മുറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ സ്വർഗസ്വനായ പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും അനുദിനവും കർത്താവിന്റെ വചനം കേട്ട് ക്രിസ്തുവിൽ യേശുവിൽ ബലപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്ന സ്വർഗത്തിലെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തതിന് നന്ദി പറയുന്നു. എനിക്കറിയാം മയക്കുന്നു മ്യൂട്ടായിപ്പോയി, എങ്കിലും വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ അന്യഭാഷയിൽ കയറുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേണം. നിങ്ങൾക്ക് അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കുചേരാനോ അന്യഭാഷ വരവുള്ളവരോ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അല്ലാത്തവർ നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ 9 മണിക്ക് നമ്മുടെ സൂം പ്രെയർ പ്രാർത്ഥന, അതായത് ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ്. 8:45 മുതൽ അന്യഭാഷ പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ അതിൽ പങ്കുചേരാൻ വരുന്ന ആളുകൾ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ മനോഭാവത്തിൽ വരിക. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് അനാവശ്യമായിട്ട് കുടുംബത്തിലെ ആൾക്കാർ സംസാരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ആ സമയത്ത് ഒഴിവാകുക. നിങ്ങൾ സൂം തുടങ്ങുന്ന സമയത്ത് കയറുക. എനിക്ക് എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ എടുത്തു പറയുന്നത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആൾക്കാരുടെ പേരെടുത്ത് പറയാത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ അന്യഭാഷ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിൻ്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആത്മീക വർധനവിൻ്റെ സമയമാണ്. പിശാച് ഭയക്കുകയും ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഭാഷയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ സീരിയസോടെ വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുന്നല്ലോ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നല്ലോ. നമുക്കിന്നും പ്രാർത്ഥിക്കാം. ഇന്നും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതങ്ങൾ കാണുന്ന സമയമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുന്ന സമയമാണ്. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി എന്ന് പറയുമ്പോഴേക്കും UK സമയം 8:30-ക്കാണ്. നാട്ടിൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ഒരു 2 മണി ഒക്കെ ആകും സമയം, 2:30 ആ സമയമാകും. നമ്മൾ UK ടൈമിൽ 8:30-ക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. 1 മണിക്കൂറോ അരമണിക്കൂറോ, ചിലപ്പോൾ അത് നീണ്ടുപോയാലും അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ അത് നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 9:30-ക്ക് തന്നെ നിർത്താനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കതിൽ പങ്കുചേരാം. ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആർക്കെങ്കിലും ഉറക്കം വരാതിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ഉറക്കം അളച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. UK-യിലുള്ളവർക്കും അല്ലാത്തവർക്കും ഏത് രാജ്യത്തും നിങ്ങൾക്ക് പ്രവേശിക്കാം, നിർബന്ധമില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉറങ്ങി നിങ്ങൾ എണീറ്റിരിക്കുവാണെങ്കിൽ അതിൽ പങ്കുചേരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യും. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? വചന ചിന്ത. വചനം ജഡമായി പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. യേശു ജീവന്റെ അപ്പമാകും. നമ്മൾ ഇന്നലെ കേട്ടു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രനിലേക്ക് എത്തുവാൻ കഴിയില്ല എന്ന് കേട്ടു. പിതാവിന്റെ ആകർഷണം നമുക്കുള്ളത് കൊണ്ട് ആകർഷണത്താലാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ന് കർത്താവിന്റെ വചനം, ഇന്നലെ ദൈവിക ആലോചന തുറക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഇവിടെ താഴെ ഒരു മെസ്സേജ് പറഞ്ഞു, എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. കുറേ ആലോചനകൾ പറഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് ആളുകൾ അവസാനമാണ് സാക്ഷ്യത്തിൻ്റെ സമയത്താണ് പ്രതികരിച്ചത്. അപ്പോൾ ആലോചനകൾ വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, അത് ചാടിപ്പിടിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ ഇടയെത്തീരും. നമ്മുടെ UK പ്രെയർ, കഴിഞ്ഞ പ്രാവശ്യം നടന്ന UK പ്രെയറിൽ ഒരു സഹോദരനും കുടുംബവും വരാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവർ വലിയ ഭാരത്തോടെയാണ് ആ കുടുംബം ദൈവസന്നിധിയിൽ വന്നത്. അവർക്ക് വിസയുടെ ചില പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഭാരപ്പെട്ടാണ് ആ കുടുംബം, ആ സഹോദരൻ വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടെ വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ആലോചന അദ്ദേഹത്തോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. പഴയ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ഇമെയിൽ വരികയും ഒരു ജോലിയുടെ ഓഫർ വരികയും അത് നിമിത്തം കർത്താവ് അതിൻ്റെ അകത്തൊരു നന്മയാക്കി തീർക്കും എന്ന് ഒരു സാക്ഷ്യം അദ്ദേഹത്തോട് ദൈവിക ആലോചന ഉണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നത് ബർമിംഗ്ഹാമിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ദൂരത്തു നിന്നെങ്ങാണ്ടാണ് 3 മണിക്കൂറോ 3.5 മണിക്കൂറോ അങ്ങാണ്ട് മുകളിൽ യാത്ര ചെയ്തിട്ടാണ് അവർ വന്നത്. കുഞ്ഞുങ്ങളായിട്ടാണ് അവർ വന്നത്. അപ്പോൾ ദൈവാത്മാവ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. ഞാനിപ്പം എന്തിനാണ് ആലോചന പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നെ സാക്ഷ്യം വിളിച്ചു പറയാൻ ഇടയായിത്തീർന്നു. ദൈവാത്മാവ് സംസാരിച്ചതുപോലെ തന്നെ അവരുടെ വിസ തീരാറായി, അവർ നാട്ടിൽ പോകണം, എക്സിറ്റ് ആകേണ്ട ഒരു സമയത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് ഇടയാക്കുവാൻ അവർക്ക് വേണ്ടി ദൈവം ഒരു ആലോചന കൊടുത്തു.
ജോബിൻ ബദറാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, ജോബിൻ ബദർ ഇന്ന് സൂമിലുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് ഇന്ന് ആ കുടുംബത്തോട് ഇടപെടാൻ ഇടയായി തീർന്നു. ആ ഒരു പഴയ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വരും, ഓഫർ വരും. അപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയാണ്, പെട്ടെന്ന് കുറേ കഴിഞ്ഞപ്പോൾ ആലോചന ഏറ്റെടുത്ത് പോയി. ഏകദേശം എനിക്ക് വന്നത് 1 മാസം എടുത്തില്ല. അതിൻ്റെ അകത്തൊരു വിസ തീരാറായ സമയമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ കർത്താവ് ഇന്ന് ഇടപെട്ടു. ദൈവം ഇന്ന് എന്ത് ചെയ്തു, സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവം ആലോചനകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പം അവർ ചിന്തിച്ച പോലെ അവർ ഒത്തിരി ഓഫർ പല കമ്പനികളിലും വെച്ചു. പക്ഷെ കർത്താവ് വ്യക്തമായിട്ട് ഇടപെട്ടു. നിങ്ങൾ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയുടെ തന്നെ, അവരുടെ തന്നെ ഒരു കണക്ഷനിൽ നിന്ന് ഒരു കോണ്ടാക്ട് വരും, അതിലൂടെ ഒരു നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സാക്ഷ്യം വിളിച്ചു പറയാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ UK പ്രാർത്ഥനയുള്ള സിസ്റ്റർ ഇന്ന് സൂമിൽ ഇല്ലാത്ത ആളാണ്. ചിലപ്പോൾ യൂട്യൂബിൽ കേൾക്കുമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാനത് വളരെ എക്സൈറ്റ്മെൻറ്റോടെയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞിടെ അവരുടെ ഭവനത്തിൽ, ഞങ്ങൾ UK ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി അന്യഭാഷ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഫുൾ ഇതുപോലെ ഇരിക്കാൻ ഇടയായി തീർന്നു. അവർ വല്ലാത്തൊരു സ്ട്രഗിലൂടെ കടന്നു പോകുമായിരുന്നു. എന്നാൽ കർത്താവ് ഒരാളുടെ പേര് ദൈവം, ഒരു ഇംഗ്ലീഷുകാരുടെ പേര് ദൈവം വെളിപ്പെടുത്തി. ആ വ്യക്തി നിമിത്തം അവരുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നൊരു ബ്ലെസ്സിങ് തുറക്കുമെന്ന് പറഞ്ഞു. സഹോദരി ഇന്ന് സാക്ഷ്യം വിളിച്ചു പറഞ്ഞു. ഇന്ന് ആ വ്യക്തി അവരുടെ മാനേജരാണ്. ആ മാനേജറുടെ പേര് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നോട് ആ പേര് പോലും പറഞ്ഞിട്ടില്ല, ആ വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അനുഭവിക്കുന്ന ഭാരം പ്രാർത്ഥനാ വിഷയം പോലെ പറഞ്ഞായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രവചനം ആലോചന ഇടപെട്ടു. ഇന്ന വ്യക്തി മുഖാപ്പയോട് പറഞ്ഞു, അത് ഞങ്ങളുടെ മാനേജറാണ്. അവർ നോട്ട് ചെയ്ത് വെച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പം ഇന്ന് വിളിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ വ്യക്തി ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടപെട്ടു എന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. കർത്താവാണ്, ഞാൻ ആ സാക്ഷ്യം ആ സഹോദരിക്ക് വേണ്ടി പറയുവാണ്. ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്ത്, ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആലോചനകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും. ഒത്തിരി ആൾക്കാർ സങ്കടത്തോടെ ഈ ദിവസങ്ങളിലൊക്കെ ബ്രദറെ, ഞാൻ ദൈവിക ആലോചന കേട്ടു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല ബ്രദർ, ഒന്നും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പല ആൾക്കാരും വിളിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഈ ആലോചന പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ശ്രദ്ധിച്ചോണം. ആലോചന തന്ന ദൈവത്തിന് തക്ക സമയത്തെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ധൃതി വെക്കരുതേ, നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കരുതേ. അതെന്തുകൊണ്ടാണ് ഈ ബഹളം വെക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്കും എനിക്കുമൊക്കെ ഈ ഒരു ടെൻഷൻ വരുന്നത്? നമ്മൾ ഇന്ന് ആ വാക്യം എടുക്കുന്നത്, ഇന്നലെ എടുത്ത വാക്യത്തിൽ നിന്ന് ഞാൻ ചാടിപ്പോവാണ് നേരെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് യേശു ക്രിസ്തു പറഞ്ഞു, ഇവിടെ ഈ വാക്യം നോക്കി, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അത് പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ കേട്ടു, യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ജീവന്റെ അപ്പം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ. ഇത് നോക്കി 33-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കി, 33-ാമത്തെ വാക്യത്തിൽ പറയും, ഞാനോ ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിൽ ജീവനെ കൊടുക്കുന്നതാകുന്നു. അപ്പൊ യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുവാണ്. 35-ാം വാക്യത്തിൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സ്ക്രീനെ നോക്കി അവിടെ കാണാൻ പറ്റും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ജീവന്റെ അപ്പം. അപ്പൊ യേശു ജീവന്റെ അപ്പമാണെങ്കിൽ യേശു ഒരേ സമയം വചനമാണ്. അപ്പൊ നിങ്ങൾ വചനം ഭക്ഷിക്കുമ്പോൾ ജീവന്റെ അപ്പം ഭക്ഷിക്കുകയാണ്. യേശുവാകുന്ന ജീവനെയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. യേശുവാകുന്ന വചനമാണ് നാം ഭക്ഷിക്കുന്നത്. അത് നമ്മുടെ ചെല്ലുന്നത് എങ്ങോട്ടാണ്? നിങ്ങൾ കഴിക്കുന്ന ആഹാരം, നിങ്ങൾ ചോറോ കറിയോ ബിരിയാണിയോ ചായയോ ജ്യൂസോ എന്ത് കഴിച്ചാലും അതെങ്ങോട്ടാണ് പോകുന്നത്? സാധാരണഗതിയിൽ എങ്ങോട്ടാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത്? ഏത് ഭാഗത്തോട്ടാണ്? എന്റെ ദൈവമേ, ഇത് ഉത്തരം സിമ്പിളായ ഉത്തരം അറിയത്തില്ല. നമ്മുടെ ആമാശയത്തിലേക്ക് പോകുന്നു അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് അഥവാ ആമാശയത്തിലേക്ക് ഇത് പോകുന്നു. അപ്പൊ ഇത് പോകുന്നത്, ചെല്ലുന്നതിന് ശേഷം അവിടെ വെച്ച് ഇത് ദഹിക്കുകയും നമ്മുടെ ശരീരത്തിൽ അത് പോഷകമായും വേണ്ടാത്തതിനെ വേസ്റ്റായും തള്ളിക്കളയുന്നു. അപ്പൊ യേശു ആകുന്ന ജീവന്റെ അപ്പം നോക്കിക്കേ, ജീവന്റെ അപ്പം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനത്താലും ജീവിക്കുന്നു. അപ്പൊ യേശുവാകുന്ന വചനം, യേശുവാകുന്ന ജീവന്റെ അപ്പം, അത് ഭക്ഷിക്കുമ്പോൾ നേരെ ചെല്ലുന്ന സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒരു വാക്യമുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവ് പ്രാണനും ദേഹവും അശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കുമാറാകട്ടെ.
24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു, അത് നിവർത്തിക്കും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ കേൾക്കുന്ന പ്രവചനമായിക്കോട്ടെ, കേൾക്കുന്ന വചനമായിക്കോട്ടെ, ഇത് നേരെ ചെല്ലുന്നത് ആത്മാവിൻ്റെ ആമാശയത്തിലേക്കാണ്. നിങ്ങൾ കഴിക്കുന്ന ചോറും കറിയും ചെല്ലുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആമാശയത്തിലേക്കാണെങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന പ്രവചനങ്ങൾ, വചനങ്ങൾ, ഇത് മുഴുവൻ ചെല്ലുന്ന സ്ഥലം ആത്മാവിൻ്റെ ആമാശയമാണ്. ഇത് ദഹിക്കുന്നത് പോലെ, നിങ്ങൾ കഴിച്ച ആഹാരം നിങ്ങളുടെ ശരീരത്തിൽ ദഹിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് പോഷകമായി മാറുന്നത് പോലെ, എനർജിയായി മാറുന്നത് പോലെ, നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ആലോചനകൾ, ഇത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇതിനായിട്ടൊരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ വചനം കേൾക്കുമ്പം, ഒരു പ്രവചന ആലോചന കേട്ടതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ആളുകൾ ഇങ്ങനെ ചോദിക്കും, ബ്രദറെ ഒന്നും കാണുന്നില്ല, ബ്രദറെ എനിക്ക് വേണ്ടി എന്ത് ചെയ്തോണം, ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തോണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത് അറിയാവോ? നിങ്ങൾ കഴിച്ചത് ആത്മാവിലെ ആഹാരമാണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത് ആത്മാവ്, പ്രാണൻ, നോക്കി ഈ 3 വാക്യം നോക്കി, ആത്മാവ്, പ്രാണൻ, ദേഹി, ഈ 3 കാര്യത്തിലാണ് നിങ്ങളും ഞാനും എപ്പോഴും നമ്മൾ ലോക്കായി കിടക്കുന്നത്. 3 കാര്യം ശ്രദ്ധിച്ചോണം. ആത്മാവ്, പ്രാണൻ, ഈ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക്കായി കിടക്കുന്നു. അപ്പം ഈ സ്ഥലങ്ങളിൽ നമ്മൾ ലോക്കായി കിടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്നതെല്ലാം, നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് മുഴുവനും അനുഗ്രഹമായി വരേണ്ടതിന് ഇത് ദഹിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ദഹിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം നിങ്ങൾ ദഹിക്കാൻ വേണ്ടി? ഇത് നിങ്ങൾ സമയം എന്നുള്ളത് വളരെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്നതും നമുക്ക് ഏറ്റവും അരിശം വരുന്നതുമായിട്ടുള്ള ഒരു സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയമാണ്. ഏത് സമയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ കേൾക്കപ്പെടുന്ന വചനങ്ങൾ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം. ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ ലൈവ് ഒരെണ്ണം കട്ടായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. കൊണ്ടിരിക്കുന്ന വചനങ്ങൾ, ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ, ലൈവ് വർക്ക് എനിക്കൊന്ന് യൂട്യൂബിൽ കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല, യൂട്യൂബിൽ കണക്റ്റഡ്. ഇടയ്ക്ക് എന്തോ എറർ കാണിക്കുന്നുണ്ടായിരുന്നു. ആമേൻ. അപ്പോൾ ഇവിടെ നോക്കി, നിങ്ങൾ കേൾക്കപ്പെടുന്ന വചനങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് ഇത് കയറി വരുവാണ്. അപ്പം നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളത്തിൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളുടെ ആത്മാവിലേക്ക് ചെന്നതിന് ശേഷം നിങ്ങളുടെ പ്രാണനും ദേഹിയും, അതായത് നമ്മുടെ ശരീരവും ദേഹിയും എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേട്ട വചനത്തിൻ്റെ അകത്ത് നിങ്ങളെ നിലനിർത്താതെ, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെതായിട്ടുള്ള ഒരാകർഷണം നമുക്കുണ്ടായി വരും. നമുക്ക് ഈ ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയത്തില്ല, ബ്രദറെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ടെൻഷൻ മാറുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ ടെൻഷൻ വരുന്നതിൻ്റെ കാരണം, ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ കാരണം, നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ ചുറ്റുവട്ടം എപ്പോഴും പ്രാർത്ഥനയുടെ അന്തരീക്ഷമല്ല. നിങ്ങളിപ്പോൾ സൂം കൂട്ടായ്മ കയറുമ്പം നിങ്ങളുടെ അകത്ത് വലിയൊരു ചിന്ത ഉണ്ടായില്ല, എന്ത് വന്നാലും നേരിടാനുള്ളൊരു ബലവും വിശ്വാസവും വരുന്നില്ലേ? പക്ഷെ സൂം പ്രയർ കഴിഞ്ഞ് ഇറങ്ങി നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സാഹചര്യത്തിലോട്ട് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ പിന്നെയും പഴയ പോലെ ആകുന്നതിൻ്റെ കാരണം, നമ്മളെ സ്വാധീനിക്കുന്ന ദേഹത്തെയും ദേഹിയെയും, നോക്കിക്കേ, നമ്മുടെ ചിന്തകളെ, മനസ്സിനെയും ശരീരത്തെയും ആകർഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം ഒരാലോചന, ഞാൻ ഈ 2 ആലോചനകളും പറയാൻ കാരണം, അപ്പം അവർ 3-4 മണിക്കൂറോളം അത്രയും ദൂരം അവർ യാത്ര ചെയ്ത് വന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞെങ്കിൽ, അവർ വലിയ ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ വന്നത് ദൈവാത്മാവ് ഇന്ന് ആ കുടുംബത്തോട് ഇടപെടാൻ ഇടയായി തീർന്നു. നിങ്ങൾ ആ ഒരു ആലോചന അവർ കേട്ടു, ആലോചന കേട്ടു വലിയ സന്തോഷത്തോടെ പോയപ്പോഴും അവരുടെ ഉള്ളത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വിസ തീർന്നു പോകും, ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഇവിടുന്ന് പോകേണ്ടി വരും. ഈ ഭയവും ടെൻഷനും അവരെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ അവർ കേട്ട പ്രവചനം ആത്മാവിലാണ്. നോക്കിക്കേ, അപ്പോൾ എന്താണ് ആത്മാവിലാന്ന് പറയാൻ കാരണം, ഞാൻ 2 പേരും ഒരേ രാജ്യത്ത്, ഞാനും ആ ബ്രദറും UK യിലുള്ളവരാണ്, UK താമസിക്കുന്നവരാണ്. അപ്പോൾ ഈ 2 പേരും ഒരേ രാജ്യത്താണെങ്കിലും ഈ പറയപ്പെടുന്ന പഴയ കമ്പനിയിൽ നിന്ന് ഒരു കോള് വരണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് പഴയ കമ്പനിക്കാരനുമായിട്ടൊരു ബന്ധം വേണം. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത സ്ഥാപനവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇന്നയാളെ ജോലിക്കെടുക്കണം.
എനിക്കത് പറയാനുള്ള അതോറിറ്റി ഇല്ല. കാര്യം എനിക്ക് ആ കമ്പനി ഏതാണെന്ന് അറിയത്തില്ല. ഈ രാജ്യത്തുള്ള ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് മാനുഷികമായിട്ട് നമുക്കില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറയുകയാണ്. നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തൊരു കമ്പനി അവർ എടുക്കാൻ ഒരു സാധ്യതയൊന്നുമില്ല. അവിടുന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ വരും, അത് നിമിത്തം ഒരു നന്മയുണ്ടാകും എന്ന് പറയുമ്പോൾ, എന്ന് പറയുമ്പോൾ ആ ആലോചനയ്ക്കകത്ത് അത് കേട്ടത് ആത്മാവില, മാനുഷിക ബുദ്ധിയിൽ നടക്കത്തില്ല. ഇനി രണ്ടാമത് പറഞ്ഞ ആലോചന, ആ ഒരു വ്യക്തിയുടെ മാനേജറുടെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയായി കർത്താവ് അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി അത് ഏറ്റെടുത്തു. മാനേജർ എന്ത് ചെയ്യും? അതിൻ്റെ മാനേജറുടെ പേരാണ് വെളിപ്പെട്ടത്, അത് ഞാൻ റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് സ്വീകരിച്ചതിന് ശേഷം മാനുഷിക ബുദ്ധിയിൽ ടെൻഷനും ഭാരവും ഒക്കെ വരും. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? ആത്മമണ്ഡലത്തിൽ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ടെൻഷൻ ആകരുത്. ടെൻഷൻ എന്ന് ഞാൻ പറയുന്നില്ല. ടെൻഷൻ എന്നുള്ള വാക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് ധൃതി പിടിക്കരുത്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ വരുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഓടി വന്ന് നമ്മൾ ദോശയും സാമ്പാറും കഴിക്കുന്നത് പോലെ അല്ല കർത്താവിൻ്റെ പ്രവൃത്തികൾ. അതിൻ്റെ അകത്ത് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എപ്പോഴും ഓർത്തോണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകം പറഞ്ഞത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അതിനു മുമ്പ് നിങ്ങൾ എത്ര ചാടിക്കളിച്ചാലും, എത്ര നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ സമയത്തിനു മുമ്പേ ആർക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ബ്രദർ കൂടുതൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ അവിടെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഉദാഹരണം ഞാൻ പറയാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കാലസമ്പൂർണത വന്നപ്പോൾ, ഗലാത്യ ലേഖനം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചു. അപ്പൊ എന്താ കാലസമ്പൂർണത? കൃപായുഗം എന്ന് പറയും. കൃപായുഗത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി പറയുന്ന കാലസമ്പൂർണതയിൽ ദൈവം തന്റെ സന്തതിയെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി ഭൂമിയിലേക്ക് ക്രിസ്തുവിനെ അയച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം വളരെ പ്ലാൻഡ് ആണ്. കർത്താവ് ജനിക്കുന്ന സമയം വളരെ പ്ലാനാണ്. യേശു പറയുന്നില്ലേ, നിങ്ങൾ നോക്കുകയും ഇതിങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടതാകുന്നു സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പൊ ദൈവം ബൈബിളിൽ നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കും, ബ്രദറെ എൻ്റെ വിഷയത്തിന് വേണ്ടി നമുക്ക് ടെൻഷൻ ഭാരമൊക്കെ വരും. അത് നമ്മൾ എന്തുകൊണ്ട് ടെൻഷനും ഭാരവും വരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണനും ദേഹവും, നോക്കി ഈ രണ്ട് കാര്യങ്ങൾ, അത് നിങ്ങളുടെ മനസ്സും ശരീരത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ആത്മാവിൽ നിങ്ങൾ വളരെ സമാധാനമുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ ആശ്വാസം ഉണ്ടാകുന്നത്. പലരും പറയത്തില്ല, ബ്രദറെ എനിക്ക് ആ വചനം കേൾക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്തെന്നില്ലാത്തൊരു സമാധാനം. അതിൻ്റെ കാരണം നിങ്ങളുടെ ആത്മാവിലുള്ള സമാധാനം നിങ്ങളുടെ പ്രാണനിലേക്കും ദേഹത്തിലേക്കും സ്പ്രെഡ് ആകുന്നത് കൊണ്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് അകത്തുണ്ടാകുന്ന, അതായത് ആത്മാവിലെ സമാധാനം ശരീരത്തിൻ്റെ മേലും മനസ്സിലേക്കും വരുമ്പോഴാണ് വചനം കേൾക്കുമ്പം പറയാറില്ലേ, എനിക്കറിയത്തില്ല ബ്രദർ, ഇപ്പോൾ എനിക്കറിയത്തില്ല, വചനം കേൾക്കുമ്പോൾ ഒരു സമാധാനം. എന്തുകൊണ്ട്? ആ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിനെയും പ്രാണനെയും അത് സമാധാനിപ്പിക്കുന്നു. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം കേൾക്കുന്ന വ്യക്തി ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന പ്രവചനത്തിനും കേൾക്കുന്ന ആലോചനകൾക്കും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതെന്നാ ബ്രദറെ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി വിശ്വസിച്ചിട്ടും നടക്കാത്തത്? ബ്രദറിലൂടെ ദൈവം സംസാരിച്ച കറക്റ്റാ, എൻ്റെ പേര് വെളിപ്പെടുത്തി, എൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി, എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തി, എൻ്റെ ജീവിത ചുറ്റുപാടുകളെ വെളിപ്പെടുത്തി. പക്ഷെ എല്ലാവരുടെയും കാര്യമല്ല. ചിലർ പറയാറുണ്ട്, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത് ഇത്രയും നാളായിട്ടും കേട്ടിട്ട് നടക്കാതെ വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അത് നിങ്ങൾക്ക് തന്ന ദൈവം. നിങ്ങൾ തിമോഥെയോസിന്റെ ആ ലേഖനത്തിലേക്ക് ഒന്ന് വായിച്ച്, തിമോഥെയോസ് ലേഖനത്തിലേക്ക് പറയുന്നു, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു, അത് നിവർത്തിക്കും. അപ്പം നിങ്ങൾ നോക്കിയേ, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ 150 ബ്രദർമാരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനു മുമ്പ് ഒന്നും നടക്കാൻ പോണില്ല. നിങ്ങൾ വേറെ ലോകത്തിൽ ഓടി നടന്ന് പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ട് നടക്കാൻ പോണില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. വാക്ക് നോക്കിക്കേ, വിളിച്ച ദൈവം വിശ്വസ്തനാ. കർത്താവിനെ അറിയാം എപ്പോൾ ചെയ്യണമെന്ന്. ബ്രദറെ ഞാനിപ്പം നിലയില്ല കയറ്റി നിൽക്കുക ബ്രദറെ. ദൈവത്തിനെ അറിയാം സിസ്റ്ററെ, അല്ലെങ്കിൽ ബ്രദറെ ദൈവത്തിനെ അറിയാം, കർത്താവിനെ അറിയാം. കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ അറിയുന്നില്ലേ? എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അവരെ ആത്മാവിൽ അവർക്കറിയാം, യേശുവിന്റെ വചനം കേൾക്കുന്നവരാണ്. പക്ഷെ പ്രാണനിലും ദേഹത്തിലും ഭാരം കയറി, പ്രാണനിലും ദേഹത്തിലേക്ക് അവർക്ക് ചിന്ത ആകുലതകൾ കയറി.
അവരുടെ മനസ്സും ശരീരവും ഒരേപോലെ പറയാൻ തുടങ്ങി, ഞങ്ങൾ നശിച്ചു പോകുന്നു നാഥാ, നീ അറിയുന്നില്ലയോ? പല ആളുകൾക്കും സംഭവിക്കുന്നത് ഇങ്ങനെ ടെൻഷൻ കയറി കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാവോ? ഇവര് കാണുന്ന എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ലോകത്തിലുള്ള സകല ആലോചനകളും കേൾക്കാൻ ഇടയായിത്തീരും. അവിടെ നിങ്ങൾ കുടുങ്ങിപ്പോകും. നിങ്ങളുടെ വിശ്വാസ കപ്പൽ പലപ്പോഴും തകർന്നു പോകുന്നതിന്റെ പിന്നിലെ മെയിൻ കാരണം നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് സ്വസ്ഥത ലഭിക്കാത്തത് കൊണ്ടാണ്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ദൈവിക ആലോചന ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവിക ആലോചന അവർ കേട്ടവരാണ്. പക്ഷെ ദൈവിക ആലോചന കേൾക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു കാര്യം തീരുമാനിച്ചോണം, ഈ ആലോചന പറഞ്ഞത് ഏതോ ഒരു ബ്രദർ ആയിരിക്കാം, ഏതോ ഒരു ബ്രദർ എവിടെ ഇരുന്നുകൊണ്ട്, ഏതോ ഒരു സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് ഒരാലോചന നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളെ അറിയാത്ത വ്യക്തി, നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തി നിങ്ങളുടെ വിഷയങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലെ കാര്യങ്ങളെയൊക്കെയും ദൈവാത്മാവിനെ അത് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ആലോചനകൾക്കകത്തും എന്തുണ്ട്? ഇത് പ്രവർത്തിപ്പാൻ ഈ ദൈവത്തിന് കഴിയും. അപ്പൊ ഇത് ആലോചന കേട്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചിലപ്പോൾ നാളെ നടന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നാളെ സംഭവിച്ചെന്നിരിക്കും, ചില കാര്യങ്ങൾ നാളെ സംഭവിച്ചില്ല എന്നിരിക്കും, ചില കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചെന്നിരിക്കും. പക്ഷെ ഏത് സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ഉറപ്പിച്ചോണം, വാഗ്ദത്തം ചെയ്ത എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇത് നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ മറന്നു പോകാതെ പാലിക്കേണ്ട ഒരു നിയമമാണ്. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ടെൻഷൻ വന്നു, ബ്രദറെ എനിക്കിതെല്ലാം അറിയാം ബ്രദറെ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ബ്രദറെ, പക്ഷെ എങ്കിലും ബ്രദറെ ഒരു ടെൻഷൻ വരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ടെൻഷൻ വരുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദേഹം, പ്രാണനും ദേഹവും ഈ ലോകത്തിൻ്റെ അകത്തെ ചോദ്യങ്ങൾക്കകത്തും പ്രശ്നങ്ങൾക്കകത്തും കുടുങ്ങിയിരിക്കുന്നു. അത് മനസ്സിലാക്കണേ. ഞാൻ ഈ ലോകത്തിൻ്റെ അകത്തുള്ള അസാധ്യതകളിൽ എൻ്റെ മനസ്സും ശരീരവും കുടുങ്ങിക്കിടക്കുന്നു ഈ സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയങ്ങളിൽ നിങ്ങൾ വചനത്തിലും കർത്താവിൻ്റെ ആത്മാവിലും, ബൈബിളിൽ വാക്യമുണ്ട്, ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എന്തിനാ അങ്ങനെ ശക്തിപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്പിരിറ്റ് കോൺഷ്യസിലേക്ക് നമ്മൾ മാറണം. ആത്മീയ ബോധത്തിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകണം. ആത്മബോധത്തിലേക്ക് നിങ്ങൾ ആയിത്തീരണം. ആ ബോധം നിങ്ങളിൽ ഉണ്ടാകുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ വചനത്തിലും ആരാധനയിലും ശക്തിപ്പെടണം. സ്പിരിറ്റ് കോൺഷ്യസിലേക്ക് നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വചനം കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? വചനം കേൾക്കുമ്പോൾ സമാധാനം. അതുവരെ സമാധാനം ഇല്ലായിരുന്നു. ആമേൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ സമാധാനം ലഭിക്കുന്നത്? വചനം കേൾക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം നിങ്ങളുടെ ആത്മാവിലാക്കി ആഹാരം ചെല്ലുന്നു. നിങ്ങളുടെ ആത്മാവിലേക്ക്, ആത്മാവിൻ്റെ ആമാശയത്തിലേക്ക് ചെല്ലുന്ന ആത്മീയ ആഹാരമാകുന്ന വചനം നിങ്ങൾ ആത്മാവ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ വയറ്റിൽ കിടന്ന്, ആത്മാവിൻ്റെ വയറ്റിൽ കിടന്ന് അതിനെ ദഹിപ്പിച്ച് നിങ്ങളുടെ പ്രാണനിലേക്കും ദേഹത്തിലേക്കും അതിനെ അയക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ പറയുന്നു, ബ്രദറെ വലിയ വചനം കേൾക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല, ഭയങ്കര സമാധാനം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, കൂടുതൽ വചനം കേട്ടാൽ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? ഈ സമാധാനം നിങ്ങളുടെ മുഴു വിഷയത്തിൻ്റെ മേൽ നിറയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. എൻ മൂലം ജീവിക്കും. അപ്പം യേശുവാകുന്ന ആത്മീയ ആഹാരം ചെല്ലുന്നത് എൻ്റെ ആമാശയത്തിൽ. നമുക്ക് യേശുവിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ യേശു നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഓടിപ്പോയി നിങ്ങൾ കർത്താവിൻ്റെ കൈയും കാലും കടിച്ചു പറിച്ചെടുത്ത് കഴിക്കാൻ പറ്റൂല്ല. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണോ? അത് നോക്കിക്കേ. നിങ്ങൾ ആ വാക്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേഗത്തിൽ ഞാൻ പോവാണേ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് വേഗത്തിൽ വന്ന്, ഇവിടെ യേശു പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നിടക്കിലേക്ക് വരുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല, വിശക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ 41-ാമത്തെ വാക്യത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസേഫിന്റെ പുത്രനും യേശുവല്ലയോ? അവന്റെ അപ്പനും അമ്മയും നാം അറിയുന്നുവല്ലോ, പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് യേശു പറയുന്നു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, തമ്മിൽ പിറുപിറുക്കുന്നത് എന്ത്? അപ്പൊ അവരുടെ മനസ്സിൽ മൊത്തവും മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ
വാക്തത്വത്തിൽ നിങ്ങൾ ഈ 52 വാക്യം നോക്കി, ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ മനസ്സിൽ മൊത്തം അവരോർത്ത് യേശുവിന്റെ ശരീരമാംസം അവർ ചിന്തിക്കുകയാണ്. യഹൂദന്മാർ പറയുകയാണ് ഇവന്റെ മാംസം എങ്ങനെ നമ്മൾ തിന്നും. അപ്പൊ അവർക്ക് മനസ്സിലായത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും മുറിച്ചെടുത്തുകൊണ്ടെന്ന് തരുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ യേശുവാകുന്ന വചനത്തെ പറ്റി അവിടെ പറയുന്നത്. അപ്പൊ ഈ വചനം നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ യേശു മുഖാന്തരം ജീവിക്കുന്ന ഒരു മേഖല നോക്കി 57 വാക്യം നിങ്ങൾ നോക്കി, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ യേശു മുഖാന്തരം എങ്ങനെ ജീവിക്കുന്നത്? നിങ്ങളുടെ ആത്മാവിലേക്ക് വരുന്ന ആഹാരത്തെ പ്രാണനിലേക്കും ദേഹത്തിലേക്കും അത് എന്ത് ചെയ്യണം? ആത്മീയ ബലമായിട്ട് മാറ്റണം. അതിന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വചനം കേൾക്കുമ്പോൾ, ഒരു പ്രവചനം കേൾക്കുമ്പം, അതുകൊണ്ടാണ് ഈ ദൈവിക ആലോചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കാതെ വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുവാൻ കാരണം, നിങ്ങൾ എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്ന ആളെ എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ, എത്രത്തോളം ആ വ്യക്തിയെ ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരുവോ, അത്രത്തോളം ആ വ്യക്തിക്ക് നിങ്ങളോട് ദൈവിക ഇപ്പൊ എൻ്റെ അടുത്ത് മാത്രമല്ല, കർത്താവിന്റെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരോ ദൈവിക ആലോചന ഇടപെടുന്നതായിട്ടുള്ള ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ ആ ദൈവദാസനെ ഏറ്റവും കംഫർട്ട് സോണിലേക്ക് എത്തിക്കാൻ നോക്കുക. എന്തുകൊണ്ടെന്നാൽ ദൈവിക ആലോചന വെളിപ്പെടുമ്പോൾ ജഡത്തിന്റെ ചിന്തയിൽ നിന്നും ആത്മാവിന്റെ ആലോചനയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയോ നിങ്ങൾ അവിടെ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്കാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ദൈവത്തിന്റെ ആലോചന കൈമാറുന്ന സമയമാണ്. അത് വചനവും പ്രവചനവും ആയിക്കോട്ടെ. എന്നാൽ നമ്മുടെ പ്രാണനും ദേഹത്തിലുമാണ് ഈ ടെൻഷൻ മൊത്തം കളിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യമായി വേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഭാരം കൂടുതൽ വരിക, ടെൻഷൻ അങ്ങോട്ട് കയറുക. പക്ഷെ ഉള്ളത്തിൻ്റെ അകത്തുനിന്ന് മനസ്സ് പറയുന്നു, ആത്മാവ് പറയുന്നു, ദൈവം ഒരു വഴി തുറക്കും. പക്ഷെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇരിക്കാൻ പറ്റുന്നില്ല, തിന്നാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല, സ്വസ്ഥത കിട്ടുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ പ്രാണനും ദേഹിയും എവിടെയൊക്കെയോ ലോകത്തിൻ്റെ ചിന്തകക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നു, സ്റ്റക്കായിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ആ സമയത്ത് നിങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ ഉടനെ പറയേണ്ട ഒരു വാക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവം എനിക്ക് അത്ഭുതകരമായി സകലതും നന്മയാക്കി മാറ്റും. അതായത് നിങ്ങളുടെ ആത്മാവിൽ നിന്നും നിങ്ങളുടെ ആ ചിന്തയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാധ്യതയിലേക്ക് കൊണ്ടുവരണം. അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അപ്പൊ നിങ്ങളുടെ പ്രാണന്റെ പ്രശ്നം എന്തുവാ? ഈ പ്രാണനിലേക്ക് വന്നിട്ട് നമുക്ക് ദേഹത്തിലേക്ക് പോകാവേ. ഈ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിപ്പം ദൈവം അത്ഭുതം ചെയ്യും. കർത്താവ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയം അല്ലെങ്കിൽ കുടുംബ വിഷയം അത്ഭുതമാക്കി മാറ്റും. നിങ്ങൾ ഏതൊരു ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ബൈബിളിൽ ഒരു വചനം കണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വചനം കേട്ടു, അല്ലെങ്കിൽ ഒരു പ്രവചനം കേട്ടു, ഒരാലോചന കേട്ടു. നിങ്ങൾ ഇതെല്ലാം കേട്ട് കൈയൊക്കെ അടിച്ച് സ്വത്രം പറിച്ച് പാട്ടൊക്കെ പാടി ആ വീട്ടിൽ വന്ന് കസേരയിൽ ഇരുന്നപ്പം മുതൽ ടെൻഷൻ. എന്തായിരിക്കും ടെൻഷൻ വരാൻ കാരണമായത്? ഒന്ന് പറ. ടെൻഷൻ വരാൻ കാരണമായത് വചനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്. വചനത്തിൽ ആഴത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്. അതെ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വചനം എല്ലാം കേട്ട് ബലപ്പെട്ട് ആരാധിച്ച് സ്വത്രമൊക്കെ പറഞ്ഞു വന്നു. ആ കസേരയിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ മുതൽ മനസ്സിന്റെ അകത്തൊരു പ്രയാസം, ആ വിഷയത്തെ ഓർത്തൊരു പ്രയാസം. എന്തായിരിക്കും വരാൻ കാരണം? അത് തന്നെ ലോക ചിന്ത, ജഡത്തിന്റെ ചിന്ത, പിശാചിന്റെ ചിന്ത. ഇത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു, നിങ്ങളുടെ പ്രാണനിലേക്ക് ഉടനെ എന്ത് ചെയ്തു? നിങ്ങളുടെ മുമ്പിലേക്ക് അസാധ്യങ്ങൾ, നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൻ്റെ അകത്തൊരു ചിന്ത വന്നു, കുഞ്ഞിൻ്റെ പഠിപ്പ് നിന്നു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും, പാതി വഴിക്ക് ഇങ്ങനെ കുറേ കാഴ്ചകൾ മനസ്സ് അഥവാ പ്രാണനിലേക്ക്.
ആത്മാവിലല്ല. വചനമാണ് ആത്മാവിൽ കേട്ടു വയറ് ഇങ്ങനെ നന്നായിട്ട് നിറഞ്ഞിരിക്കുക ആത്മാവിൽ. കൊച്ചിന്റെ ഭാവി ഏറ്റവും അനുഗ്രഹമായി തരും. കൊച്ചിന് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാവും. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഇതെല്ലാം കേട്ട് ബലപ്പെട്ട് വന്ന് നിന്നപ്പോഴാണ് മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ചിന്തകൾ, കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുക. ഭർത്താവ് പ്രാർത്ഥനയ്ക്ക് വരാതെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, അവരുടെ പാതി വഴി ജീവിതം അവസാനിക്കുന്നു, കുടുംബജീവിതം തകരുന്നു. പെട്ടെന്ന് കസരത്ത് ചാടി എണീറ്റ് റെസ്പോണ്ട് ചെയ്തു. പെട്ടെന്ന് ശരീരം റെസ്പോണ്ട് ചെയ്തു. ഉടനെ ചാടിയിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കും. ഉടനെ ബ്രദറെ വിളിച്ച്, ബ്രദറെ പ്രാർത്ഥിക്കണം ബ്രദറെ, എനിക്കറിയത്തില്ല ബ്രദറെ, എനിക്ക് വിശ്വാസമുണ്ട് ബ്രദറെ, കർത്താവ് ചെയ്യുമെന്ന് എനിക്കറിയാം ബ്രദറെ, പക്ഷെ എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു സ്വസ്ഥതയില്ല. എവിടെ എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയാവോ? ചിന്തകൾ. ഇതുകൊണ്ടാണ് കൊലോസി ലേഖനം പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഈ ടെൻഷൻ വരുന്നതെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, നിങ്ങൾക്കതുണ്ടായി, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, പണ്ടത്തെ കാലത്തൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ നിന്ന് വിടുമ്പോൾ തന്നെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലോട്ട് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാം, വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് അമ്മ ഇഷ്ടമുള്ള എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ട് ആ ചിന്ത പ്രകാരം വീട്ടിലോട്ട് ഓടി എത്ര പേരുണ്ട്? ഉണ്ട് ബ്രദറെ, ഞാനുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഒരു നൊസ്റ്റാൾജിയിലേക്ക് പോയല്ലേ. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കുഞ്ഞുനാളില് ആ സ്കൂള് വിട്ട്, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ കണ്ടേക്കും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മുടെ അകത്തൊരു പെട്ടെന്നൊരു ചിന്ത, എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കും, 4 മണിക്ക് ഒരു പലഹാരം കാണും. അതായത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ എന്തോ ഉണ്ട് എന്നൊരു സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം മനസ്സിൻ്റെ അകത്തൊരു ചിന്ത ഉടലെടുത്തു. ആ ചിന്ത പ്രകാരം നമ്മൾ ഓടി വീട്ടിലോട്ട് ഉണ്ടാകും. അവിടെ ചെന്നപ്പോഴേക്കും ചിലപ്പോൾ കാണത്തില്ല. ഞാൻ ഓർത്ത് വല്ലതും ഉണ്ടാക്കി വെക്കുവായിരിക്കുമെന്ന്. കണ്ടോ, ആ പ്രതീക്ഷ എവിടുന്ന് വന്നു? ചിന്തയ്ക്കകത്തുനിന്ന് വന്നു. ആമേൻ. ഇതേപോലെ ചിന്തകളെയാണ് പ്രാണനെയും ദേഹിനെയും കൺട്രോൾ ചെയ്യുന്നത്, ആത്മാവല്ല. ഒരു ആലോചന കേൾക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പാനിക് ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നില്ല. കൊലോസി ലേഖനം പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്താണ് ഈ ഉയരം എന്ന് പറയുന്നത്? യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലത്തുഭാഗം. എന്താ അങ്ങോട്ട് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്? അവിടെ ഇരിക്കുന്ന ആളാരാ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. ആരാ സ്വർഗസ്ഥനായ പിതാവ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി വന്നയാള്, സകലത്തെ നിർമ്മിച്ചയാള്. ഈ ദൈവത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന എപ്പോഴാണെന്നറിയോ? ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടാണ്. വെറുതെ ചിന്തിച്ചു, എത്രയോ വട്ടം വെറുതെ ചിന്തിച്ചിട്ട് എൻ്റെ വിപരീതം ദൈവത്തിന്റെ അത്ഭുതം കണ്ടെന്നറിയോ? അത്രയും നേരം എൻ്റെ വെറുതെ സമയം കളഞ്ഞു ചിന്തിച്ച് എന്ത് ചെയ്തു? ചിന്തയെ വിശ്വാസമാക്കാൻ അനുവദിക്കരുത്. ഇനി എവിടെയാണ് ആൾക്കാർക്ക് തെറ്റിപ്പോകുന്നത് ഞാൻ പറഞ്ഞു തരാം. ഈ ചിന്തിച്ചു കൂട്ടുന്നതിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരു വശത്ത് ദൈവത്തിന്റെ അത്ഭുതം നടക്കും, എന്നാൽ മറുവശത്ത് ചിന്തകൾ എന്ത് ചെയ്യുക? അതിന് ഞാൻ മറ്റൊരു നല്ല മാർഗം പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ബിസി ആകുക. നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ചിന്തകളെ വരാതിരിക്കത്തില്ല, ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ബ്രദറെ എനിക്ക് പറ്റുന്നില്ല, ബ്രദറെ ഉയരത്തിലുള്ള ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എൻ്റെ മനസ്സിൽ മൊത്തം ആകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസി ആകുക. അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട്, വചനമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വട്ടം മുറ്റം തൂത്തത് എന്നാലും ഒരു 10 വട്ടം തൂത്തു, ഒന്ന് ടയേർഡാകട്ടെ. അപ്പൊ നമ്മുടെ ചിന്ത മൊത്തം അങ്ങോട്ടങ്ങ് പൊക്കോളും. ചിന്തകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അനാവശ്യ ചിന്തകളെ അനുവദിക്കരുത്. അതുകൊണ്ടാണ് വചനം നോക്കിയേ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹി അശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കുമാറാകട്ടെ. അപ്പൊ സൂക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ മൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ ചിന്തകളെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളും ഞാനും നമുക്ക് എപ്പോഴും ഓർത്തോണം, ഞാൻ എൻ്റെ വാക്തത്വങ്ങളിലേക്കൊരു യാത്രയാണ്. ഞാൻ കർത്താവിൽ കേട്ട ഒരു പ്രവചനമോ ഒരു വചനമോ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോഴേക്കും, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പക്ഷെ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ല ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെയൊന്നും കാണാൻ പറ്റുന്നില്ല ബ്രദറെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ വാക്തത്വം പറഞ്ഞു തന്നത് ദൈവമാണോ അതോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? എന്ന് പറ. ആരാ ഇത് പറഞ്ഞു തന്നത്? ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ദൈവമാണ് അത് പറഞ്ഞു തന്നതെങ്കിൽ ബൈബിൾ പറയുന്നു, പറഞ്ഞ ദൈവം വിശ്വസ്തനാകുന്നു. ദൈവമാണ് പറഞ്ഞതെങ്കിൽ
അത് നടക്കാത്തതിൻ്റെ കാരണം തപ്പിപ്പോകാതെ പറഞ്ഞ ദൈവത്തിനൊരു സമയമുണ്ട്. നിങ്ങൾ കർത്താവുമായിട്ടൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ എന്ത് ചെയ്തേക്കും, നമ്മൾ ചാടിക്കയറി പറയും പെട്ടെന്നെല്ലാം കൊണ്ടുപോവാ. പക്ഷെ കർത്താവിന് നമ്മളെക്കാൾ ക്ഷമയുണ്ട്. നമുക്ക് ആ ക്ഷമയില്ലാത്തത്. അവൻ ദീർഘക്ഷമയുള്ള ദൈവമെന്ന് അവളിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് ക്ഷമ വേണം. എന്താണ് ഈ ക്ഷമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി മനസ്സിലാക്കണം. ദൈവം എൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന് എല്ലാ കാര്യത്തിൻ്റെ അകത്തും ഒരു പ്ലാനുണ്ട്. ദൈവത്തിന് എല്ലാ കാര്യത്തിൻ്റെ അകത്തും ഒരു അത്ഭുതമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഈ UK രാജ്യത്തോട്ട് വരുന്ന ഒരു സമയത്ത് കോവിഡ് കഴിഞ്ഞ ഒരു സമയമാണ്. ഇപ്പം അത് ഓർക്കാൻ കാരണം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കോവിഡിൻ്റെ പല വാർത്തകൾ എല്ലാ ദിവസവും ഇങ്ങനെ TV-യിലൊക്കെ വരാൻ തുടങ്ങി. എല്ലാ ദിവസവും ഓരോരോ വാർത്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ കോവിഡ് കഴിഞ്ഞ ടൈം വേണ്ട, ഏത് സമയത്ത് ലോക്ക്ഡൗൺ വരാം, പിന്നെ ലോക്ക് അഴിക്കും, പിന്നെയും ലോക്ക്ഡൗൺ ആവും. ഇങ്ങനെ വലിയ വലിയ ഒരു ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നല്ലോ. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഈ രാജ്യത്ത് പെട്ടെന്നൊരു നിയമം വന്നു. ഏത് രാജ്യത്തുനിന്ന് വരുന്നവരാണെങ്കിലും ഹോട്ടൽ ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. മിക്ക രാജ്യത്തും ഉണ്ടായിരുന്നു ഹോട്ടൽ ക്വാറന്റൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഏകദേശം ഒരു 3 ലക്ഷമോ 2 ലക്ഷമോ 2.5 ലക്ഷമോ 3 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു ഹോട്ടൽ ക്വാറന്റൈന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. ആ സമയത്ത് നമുക്ക് പറഞ്ഞിരുന്ന എമൗണ്ട് അങ്ങനെയായിരുന്നു ഹോട്ടൽ ക്വാറന്റൈന്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ നടുവിലായ സമയത്ത് ഇത് നടക്കുന്നില്ല, കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ല. ആ വാർത്ത വെച്ച് കഴിഞ്ഞാൽ ഏത് ചാനലിൽ നോക്കിയാലും അടുത്തൊരു ലോക്ക്ഡൗണിന് സാധ്യത, അവിടെ ഒരു സംഭവം വെളിപ്പെട്ടു, അവിടെ കോവിഡ് വെളിപ്പെട്ടു, വീണ്ടും കോവിഡ് കാണിക്കുന്നു. അപ്പം മനസ്സിൻ്റെ അകത്ത് ഞങ്ങൾക്കറിയാം 2018 കോവിഡ് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് സംസാരിച്ചാണ് ഈ UK രാജ്യത്തോട്ട് നിങ്ങളെ അയക്കും, എൻ്റെ പദ്ധതിക്ക് വേണ്ടി അയക്കും എന്ന് പറഞ്ഞു. നടന്നത് 2020 അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരുന്നത്. എന്നാൽ ഈ കാര്യം നടക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ മാനസിക ബുദ്ധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പെട്ടെന്ന് മാറാം, അല്ലെങ്കിൽ പെട്ടെന്ന് ക്വാറന്റൈനിൽ ഞങ്ങൾ പെട്ടുപോകും. എന്നിട്ട് ഞങ്ങളത് തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഹോട്ടൽ ക്വാറന്റൈൻ എങ്കിൽ ഹോട്ടൽ ക്വാറന്റൈന് 10 ദിവസം 10 ദിവസം വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. 10 ദിവസം ക്വാറന്റൈൻ താമസിച്ച് കോവിഡ് ഇല്ല എങ്കിൽ ആ രാജ്യത്ത് നമുക്ക് കയറാം, അല്ലെങ്കിൽ പിന്നെയും ഹോട്ടലിൽ താമസിക്കേണ്ടി വരും, പിന്നെയും കാശ് മുടക്കേണ്ടി വരും. എന്നാൽ പിന്നെ ബുദ്ധി പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴേക്കും പിന്നെയും കാര്യങ്ങൾ നടക്കുന്നില്ല, ഒരു രക്ഷയില്ല. അവസാനം പിന്നെ മടുത്തു. എന്നിട്ട് അവസാനം ഞങ്ങളൊരു വാക്ക് പറഞ്ഞു, കർത്താവേ എല്ലാം തക്ക സമയത്ത് നടക്കും. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? മനസ്സിൻ്റെ അകത്ത് ആ ധൃതി അങ്ങ് മാറി. അത്രയും നേരം എങ്ങനെയും കോവിഡിന് മുമ്പ് അടുത്ത ലോക്ക്ഡൗണിന് മുമ്പ് രക്ഷപ്പെടാമെന്നൊരു ചിന്ത വന്നിട്ട് അത് പിന്നെ അങ്ങ് മാറിയിട്ട് മനസ്സിൽ എവിടുന്ന് ഒരു സമാധാനം വന്നു. നിങ്ങൾക്കറിയാവോ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് കൈ കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഹോട്ടൽ ക്വാറന്റൈൻ ഈ രാജ്യത്തുനിന്ന് പെട്ടെന്ന് അവരെടുത്തു മാറ്റി. ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് 1 ദിവസമോ 2 ദിവസമോ മുമ്പ് അതെടുത്തു മാറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ? നിങ്ങളുടെ 3 ലക്ഷം രൂപ കളയാൻ ദൈവത്തിന് പ്ലാൻ ഇല്ല. നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണേൽ ധൃതി വെച്ച് ചാടി വരാം, പക്ഷേ അതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാലും ദൈവ ഉത്തരവാദിത്തമില്ല. അപ്പൊ റൈറ്റ് ടൈം എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധി, ഈ പ്രാണനും ദേഹിയുമാണ് നമ്മളെ കറക്കുന്നത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്താൽ നിങ്ങൾ ഇതിനെ ചിന്തിക്കണം. നിങ്ങളിപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് കൊച്ചു വഴിതെറ്റി പോകുന്നത്, കുടുംബജീവനം തകർന്നു പോകുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നതല്ലേ? ആ കണ്ണടച്ചിട്ടൊന്ന് കണ്ടേ, കൊച്ചുമായിട്ട് ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നതും, ആ ബ്രദറിനടുക്കെ പോയി പ്രാർത്ഥനയ്ക്ക് വരുന്നതും, സന്തോഷത്തോടെ പോയിരുന്ന് ബിരിയാണി കഴിക്കുന്നതും, ആ ഒരു കുടുംബമായിട്ട് വീട്ടിൽ ആരാധിക്കുന്നതും ഒക്കെ ഒന്ന് ചിന്തിക്കാൻ പഠിക്ക്. അപ്പോൾ ബ്രദർ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും, ദൈവത്താൽ അത് നടക്കും. അതുകൊണ്ടാണ് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറയുന്നത്. ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോഴേ ടെൻഷൻ മൊത്തവും. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത് കോളേജിൽ പൂട്ടും, കോളേജിൽ ഇറക്കി വിടും, കോളേജിൽ മൊത്തം ഇതായിപ്പോൾ പ്രശ്നമായി തീരുമെന്ന് ഭൂമിയിൽ കണക്റ്റഡ് ആകാതെ സ്വർഗത്തിൽ നിന്ന് ഏത് നിമിഷവും എന്തും സംഭവിക്കാം. സ്വർഗത്തിൽ നിന്ന് സംഭവിക്കും. അപ്പൊ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കണക്റ്റഡ് ആകും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊച്ചിൻ്റെ മെഡിക്കലിൻ്റെ സമയത്ത് ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു പോയി. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കൊച്ചിന് ആദ്യം ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രോസസ്സിങ് തുടങ്ങിയത്. പക്ഷേ മെഡിക്കലിൻ്റെ സമയമായപ്പോഴേക്കും പെട്ടെന്ന് കൊച്ചിന് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പാസ്പോർട്ട് വേണം. നിങ്ങൾക്കറിയാം, മെഡിക്കൽ ടൈമിൽ അത് മസ്റ്റായിട്ടും പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, നിർബന്ധമാണ്. പക്ഷേ ആ ടൈമിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് ഇല്ല, നടക്കത്തില്ല. അത് ഞാൻ ഹോസ്പിറ്റലിലെ പേരൊന്നും പറയത്തില്ല. അപ്പം അവിടെ മസ്റ്റായിട്ടും അവർ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു രക്ഷയില്ല, ആൾക്കാർ ക്യൂ നിൽക്കുക.
ഞങ്ങൾ അവിടെ ഇരുന്ന് പലരെ അറിയാവുന്നവരെയൊക്കെ അവിടെ ബന്ധപ്പെടുത്തി ഹോസ്പിറ്റലിൽ. പക്ഷേ അറിയാവുന്ന ആൾക്കാരെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് അറിയാവുന്ന ആൾക്കാർ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം അയ്യോ പാസ്പോർട്ട് ഇല്ലാത്ത കേസാണ്, റിസ്ക് ആണ്, കാരണം എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെല്ലാം പണി പോവും, അതുകൊണ്ട് അവരാരും എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ഹോസ്പിറ്റലിലെ വാതിൽക്ക് നിൽക്കുക, കർത്താവ് എന്നാ ചെയ്യും, കാരണം എല്ലാം പാതി വഴി നിൽക്കുന്നു, എല്ലാ കാര്യങ്ങളും നടക്കുന്നു, അപ്പോൾ കൊച്ചിൻ്റെ കാര്യം മാത്രം ബ്ലോക്കായി നിൽക്കുന്നു. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവം വിശ്വസ്തന, ദൈവം ഒരു വഴി തുറക്കും. അതായത് ബുദ്ധിക്കകത്ത് ചിന്തക്കകത്ത് ബുദ്ധി പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാം, എല്ലാം തീർന്നു, ഇനിയിപ്പം അടുത്ത പ്രാവശ്യം വീണ്ടും ഇതുപോലെ പ്രോസസ്സിങ് ചെയ്യാം. ബുദ്ധിയിലൊരു ഒരു ഉത്തരം കിട്ടി. കാര്യം ഭൂമിയിലുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക, വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും വെയിറ്റ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ പുറകെ പോവുക, ആദ്യം മുതൽ പിന്നെയും ചെയ്യുക. ബുദ്ധിയിലൊരു ഉത്തരം കിട്ടി. പക്ഷെ അവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നില്ല. കാര്യം ആത്മാവിൽ വീണ വിത്ത് നമ്മളെ പിടിച്ചു നിർത്തും. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങ് ഒരു അത്ഭുതം ചെയ്യും. ബുദ്ധിയിൽ ഇപ്പോഴും ടെൻഷനും ഭാരവും അവിശ്വാസവും പിറുപിറുപ്പൊക്കെ വരുന്നുണ്ടെങ്കിലും പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം, അതാണ് വിശ്വസ്തൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഉറപ്പ്. കുറെ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അറിയാവോ, ഒരു ചരിത്രം എനിക്കതറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ അല്ലാതെ വേറെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ആ ഹോസ്പിറ്റലിലെ ആ ഒരു ചെയർമാന്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നേരിട്ട് അവിടെ വന്നു. ചെയർമാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ പോയിന്റ് ഇരിക്കുന്ന അതുപോലെ പൊസിഷൻ ആളാ. നേരിട്ട് നമുക്ക് മിണ്ടാൻ പോലും പറ്റത്തില്ല. അദ്ദേഹം വന്ന് ഈ കാര്യത്തിൽ ഓക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ അറിയാവോ, ആ സ്റ്റാഫിനെ വിശ്വാസമാകാത്തതുകൊണ്ട് പിന്നെയും കൺഫർമേഷന് വേണ്ടി വിളിച്ചു ചോദിക്കുക, ഇന്നയാളുടെ കാര്യം ഓക്കെ ആണോ എന്ന് പുള്ളിക്കാരി എന്നോട് പറയാ, ഇങ്ങനെ ഞാൻ ഇന്നേ വരെ ഇത് സംഭവിച്ചിട്ടില്ല ഇവിടെ. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഞങ്ങൾ അവിടുത്തെ ചെയർമാനോട് പറഞ്ഞിട്ടില്ല. ഒന്ന് അവിടുത്തെ ചെയർമാനെ കാണാൻ പോയിട്ട് ആ വ്യക്തി അതിൻ്റെ ഉടമസ്ഥനെ ഒന്ന് പോയി നേരി കാണാൻ പോലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ആര് പറഞ്ഞു വിട്ടു ആ ചെയർമാനെ? അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞാൽ പോലും പുള്ളി കേൾക്കത്തില്ല. ഒരു കമ്പനിയുടെ ചെയർമാൻ പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ അവിടുത്തെ സാധാരണക്കാരനായ ഒരു സ്റ്റാഫ് പറഞ്ഞാൽ അനുസരിക്കില്ല. പക്ഷെ അയാൾ നേരിട്ട് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? നേരിട്ട് ഇറങ്ങി വരുമോ വിളിക്കുമോ എന്തോ ചെയ്തു, അത് കൺഫർമേഷൻ കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചിട്ട്, ആരായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ അത് പറഞ്ഞു കൊടുത്തത്? ആ കൊച്ചിൻ്റെ പേര് അല്ലെങ്കിൽ ജോഷുവയുടെ പേര് അവിടെ മെൻഷൻ ചെയ്യണമല്ലോ. അത് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരാളുടെ പേര് മെൻഷൻ ചെയ്യണമല്ലോ. ആര് പറഞ്ഞു കൊടുത്തതാണ്? നമുക്ക് ചോദിക്കാൻ പറ്റുമോ അദ്ദേഹത്തോട്? ഇല്ല, കാണാൻ പറ്റത്തില്ല, ഹൈ സെക്യൂരിറ്റിയാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊരു കാര്യം ചെയ്തോണം, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുവാനോ നശിപ്പിക്കുവാനോ പിശാചിന് കഴിയത്തില്ല. പക്ഷെ നിങ്ങളുടെ പ്രാണനെയും ദേഹിയെയും കുടുക്കിയിട്ട് അവനത് ചെയ്യും. അതുകൊണ്ടാണ് സംശയത്തിന്റെ വിത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ റൂട്ട് തെറ്റിക്കുവാൻ നോക്കും. ഇപ്പൊ ഞാൻ ചിന്തിക്കുക, നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അന്ന് വിട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഒരിക്കലും അത് ആ അത്ഭുതം കാണാൻ കഴിയത്തില്ല. അപ്പൊ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതുമായിട്ട് കണക്റ്റഡ്. എനിക്കൊരു ദൈവം എപ്പോഴും പറ, ഞാൻ അതുകൊണ്ട് പറയാം, എപ്പോഴും ഈ 10 പേര് കൂടുതലുണ്ടെന്ന് വിചാരിച്ച് നടക്കരുത്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ബ്രദറെ, ഒരു 10 പേരുണ്ട്, എനിക്ക് വലിയ സഭയുണ്ട്, സഭക്കാരുണ്ട്, നല്ലതാ കേട്ടോ, വിശ്വാസികൾ എൻ്റെ കൂടെ ഉണ്ട്, വലിയ പ്രാർത്ഥന പോരാളികൾ എനിക്കുണ്ട്. വലിയ ബലത്തിൽ നടക്കാതെ ഒറ്റയ്ക്ക് നിങ്ങൾ വളരാൻ പഠിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തിലും പ്രാർത്ഥനയിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടാൽ മാത്രം മതി. ബാക്കിയൊക്കെ തന്നെ നടന്നോളും. ബാക്കിയൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടിട്ടാലും നിങ്ങൾ ഫലം കായ്ക്കും. അങ്ങനെ വളർന്നാൽ ഏത് മരുഭൂമിയിലിട്ടാലും, ഇനി ലോകത്തിൽ പിശാചിന്റെ കൂടാന്ന് പറഞ്ഞിടത്ത് കൊണ്ടിട്ടാലും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. കാരണം നിങ്ങളുടെ അകത്ത് ആ ഒരു വെളിപ്പാട് കത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക. ചിലർ ചിന്തിക്കത്തില്ല, എങ്ങനെ ജീവിക്കും, കാശില്ല, എൻ്റെ ദൈവം എൻ്റെ ബ്രദറെ ജീവിക്കാൻ ഒരു വഴിയില്ല, എല്ലാ വഴിയും അടഞ്ഞ്, പൈസയിൽ ഒന്നുമില്ല, കണ്ണടച്ചാൽ മൊത്തം കാണുന്നത് അങ്ങനെ ഇങ്ങനെയാ. കണ്ണടച്ചിട്ട് ചിന്തകളൊന്ന് കണക്ട്. സ്വർഗത്തിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ഗോൾഡൻ ഡസ്റ്റുകൾ താഴേക്ക് വീഴും. സ്വർണത്തിൻ്റെ തരികൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എന്ത് ചെയ്യും? ദേഹത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലിറ്ററലി നമുക്ക് അനുഭവിക്കാൻ പറ്റും. സ്വർണ്ണത്തരികൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർണത്തിനൊക്കെ എന്നാ വിലയല്ലേ? അപ്പൊ ആ സമയത്ത് സ്വർണത്തിന്റെ തരികൾ ഇങ്ങനെ, നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്കിപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്വർണത്തിന്റെ തരികൾ ഇങ്ങനെ ലൈവായിട്ട് ദേഹത്തോട്ട് വീണുകൊണ്ടേയിരിക്കും. മുടിയിലും തലയിലും ഒക്കെ ഗോൾഡൻ ഡസ്റ്റുകൾ വീഴും. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നവർ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ലൈവായിട്ട് ഇത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ദൈവത്തിന് നിസ്സാരമാണ്. നമ്മൾ ഒരു സ്വർണം മേടിക്കാൻ എന്നാ പാടാ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമായി ചെയ്യുവാൻ ദൈവം ശക്തി. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അവിടെ നിങ്ങളുടെ പ്രാണനിൽ വീണ വാക്തത്വങ്ങൾ നിവൃത്തി തലത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരും. അപ്പൊ ക്ഷമ ആവശ്യമാണ്. ധൃതി വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ടെൻഷൻ വരുമ്പം എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടെൻഷൻ വളർത്തുന്നത് അപകടമാണ്. ബലപ്പെടാൻ നിങ്ങൾ പ്രാപ്തരാകണം.
നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി സമയം മുന്നോട്ട് പോയി. ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു അജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ അജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സുഹൃത്ത് മുഖാന്തിരം കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു നന്മയുടെ വാതിലിനെ തുറക്കുവാൻ ദൈവം ഇടയായിത്തീരും. ആ വ്യക്തി ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയല്ല നന്മ. ആ വ്യക്തി മുഖാന്തിരം ഈ പറയുന്ന അജേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നന്മയാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവെ. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എന്നെ കേൾക്കുന്നത്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചാട്ടെ. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല നിങ്ങൾ പറയണം. കഴിഞ്ഞ ഇന്നലത്തെ പോലെ പലർക്കും മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്നാന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവർ പറഞ്ഞോണം. ആ വ്യക്തിയുമായിട്ട് പറഞ്ഞോ. ഹലോ, രാജേഷ് പറയാൻ എന്റെ വേണ്ടി മോനാണ്. അവൻ തിരുവനന്തപുരത്താണ്. രാജേഷ് എന്റെ മോനാണ്. പേര് രാജേഷ് എന്നാണ്. അവൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആളാണ്. ഞാൻ കാണിക്കുന്ന ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തി മുഖാന്തരം അയാളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റെടുത്താട്ടെ. കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായി കർത്താവ് തീർക്കാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ജെഫിൻ എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നത്. ജെഫിൻ എന്നാണ് വിളിക്കുന്നത്. ജെഫിൻ്റെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ജെഫിനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ, ആ തലമുറയുമായി ബന്ധപ്പെട്ടത് ആരാണോ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. വലിയൊരു സാക്ഷ്യമായിട്ട് ജെഫിനെ കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ആമേൻ പറഞ്ഞ മകന് വേണ്ടി അത്ഭുതത്തെ സ്വീകരിച്ച് ദൈവത്തിന്റെ വലിയ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അതെ, ആരായിരുന്നത്? എന്റെ മോനാണ് ജെഫിന്, എന്റെ മോനാ. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ അവന്റെ ഭാവിയുടെ വഴിയെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ പേര് കർത്താവ് എന്നെ കാണിക്കുക. അദ്ദേഹത്തിന്റെ പേരിങ്ങനെയാണ്, അഖിലെന്നും അതിനോടൊപ്പം തന്നെ അലക്സ് എന്നും ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലെന്നും അലക്സ് എന്നും ഉള്ള പേര്, ആ രണ്ട് പേരുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ പേരും ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞു വേറെ. ബ്രദറെ, ജെഫിൻ എന്ന് പറഞ്ഞ എന്റെ മകനാണ്. അവനിപ്പോ നമ്മുടെ ഒരു ആർമിയിലേക്ക് ഒരു ഇതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും അതിനും പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളൊരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു ബ്രദറെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ കർത്താവ് എന്നെ കാണിക്കുക. സെപ്റ്റംബർ മാസം 14 ജനിച്ച ഒരു തലമുറയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. സെപ്റ്റംബർ മാസം 14 ജനിച്ച വ്യക്തിയാണ്. 1994 ജനിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. ആ തലമുറയെ ദൈവം തൊടുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം ആ കുടുംബത്തിൻ്റെ മേൽ, ആ തലമുറകളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ആ മകനുമായിട്ട് അല്ല കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് തീരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചാട്ടെ. ആ കുടുംബത്തെ, തലമുറയെ ദൈവം സാക്ഷ്യമാക്കുമെന്ന് കർത്താവ് പറയുന്നു. അനുഗ്രഹിക്കുന്നപ്പ. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഭവനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ മ്യൂട്ട് പറയാനല്ലെങ്കിൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ.
എല്ലാവരും മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. നന്ദി പിതാവേ. കർത്താവ് എന്നെ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അമ്മായിയുടെ അമ്മായി എന്ന് പറയുന്ന ആ ഒരു ബന്ധം, അങ്ങനെ ഒരു ബന്ധത്തിലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്താണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് നിങ്ങളിപ്പോൾ തങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളെ അവിടുന്ന് മേൽത്തരമായ സ്വന്തമായ ഒരു ഭവനത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ വേണ്ടി പോകുന്നു. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവെ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് എല്ലാ ഭയത്തെയും, ഇന്ന് ഭയപ്പെട്ട് നിൽക്കുന്നവർ നിങ്ങൾ ആ മനസ്സിലേക്കൊന്ന് ഹൃദയത്തിലേക്കൊന്ന് കൈയെടുത്ത് വെച്ചേ. എന്നിട്ട് പറയാം, എൻ്റെ സകല ഭാരം എൻ്റെ ഹൃദയത്തിൽ മുറിവുള്ളത് കൊണ്ടാണ് ഭയപ്പാട് അങ്ങനെ വരുന്നത്. ആ ഹൃദയത്തിലെ മുറിവുകൾ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമായി തീരട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ അത്ഭുതമാകട്ടെ. അപ്പം അങ്ങയുടെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുത സൗഖ്യം ആ മനസ്സിൻ്റെ അകത്ത് ഇന്നർ ഹീലിംഗ് ഉണ്ടാകട്ടെ. ഹൃദയത്തിലേറ്റ മുറിവുകൾ യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമായി തീരട്ടെ. അത്ഭുത സൗഖ്യം ശരീരത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് മനസ്സിൻ്റെ മേൽ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതായത് ഒരു 2 നിലയുള്ള ഒരു ബിൽഡിങ്, 2 നിലയുള്ള ഷട്ടർ ഇട്ടേക്കുന്ന ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ വലതുവശത്തൂടെ നടന്നതിന് ശേഷം ആ ബിൽഡിങ്ങിൻ്റെ കുറച്ച് പുറകോട്ട് മാറിയാണ് ഈ വീട്. അതായത് ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലല്ല, ആ കുറച്ചും കൂടെ മുമ്പോട്ട് റൈറ്റ് സൈഡിലൂടെ നടന്നിട്ട് ആ ബിൽഡിങ് കവർ ചെയ്തതിന് ശേഷമാണ് ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇച്ചിരി ഈ ബതിൽക്കെട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വീടാണ്, ഇച്ചിരി ഇടുക്കമുള്ളൊരു വീടാണ്. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഉള്ളത്തിൽ കാണിക്കുകയാണ്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, കുടുംബത്തിൽ ആ വ്യക്തിയുടെ ചേച്ചി മുഖാന്തരം ദൈവം വലിയൊരു പ്രവൃത്തിക്കായിട്ട് ഒരുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളമുള്ള വ്യക്തി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ദൈവിക ആലോചനയെ സ്വീകരിക്കുക. പറയാൻ വേണ്ടിയാണോ ഈ പറഞ്ഞ അടയാള സിസ്റ്ററുടെ വീടാണോ? യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. വലിയൊരു സാക്ഷ്യമാകാൻ വേണ്ടി പോവാണ്. ഒരു ചേച്ചി മുഖാന്തരം വലിയൊരു സാക്ഷ്യം കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ തുറക്കുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളതിനെ സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശു തന്ന പ്രവാചക അഭിഷേകത്തിൽ നിന്നുകൂടെ അതിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തീരട്ടെ. നന്ദി പിതാവേ, നന്ദി കർത്താവെ, സാക്ഷ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. കർത്താവിന്റെ വലിയ ഒരു മഹത്വം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. പിതാവെ, ഞങ്ങൾ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തിന്റെ അകത്ത് ഈ ഒരു 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 നമ്മുടെ ഖാദിയുടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഗാന്ധിജി, മഹാത്മാഗാന്ധി ആ ഒരു നൂൽ നൂൽക്കുന്ന ആ ഒരു യന്ത്രവുമായിട്ട് നിൽക്കുന്ന ചിത്രമുള്ള ഒരു ഭാഗം ഒരു കുടുംബത്തിൻ്റെ അകത്ത് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു വീട്ടിൽ കാണുന്നു. ആ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ആ കുടുംബത്തെയും ആ കുടുംബത്തിൻ്റെ അകത്ത് അടയപ്പെട്ട വാതിലുകളെയും കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ അടയാളം കാണുന്ന ഭവനം പറഞ്ഞു. ഹല്ലേലൂയ ബ്രദറെ, അത് എന്റെ വീടാ ബ്രദറെ. ഹല്ലേലൂയ. എന്റെ വീടിനടുത്ത് ഖാദി ബോർഡുണ്ട് തൊട്ടടുത്ത്. ഈ പറയുന്ന പോലെ അടയാളം സിസ്റ്റർ കേട്ടായിരുന്നോ? ചിത്രം കേട്ടായിരുന്നോ? ഖാദി ബോർഡ് ഉണ്ട്. 2 ഖാദി ബോർഡാണ് ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. ആമേൻ. ഈ പറഞ്ഞ പോലെ തന്നെ കൈത്തറിയുടെ ഈ കൈത്തറി മഹാത്മാഗാന്ധിയുടെ യേശുവിന്റെ നാമത്തിൽ എന്നത് സ്വീകരിച്ച സിസ്റ്ററെ, കർത്താവിന്റെ പറഞ്ഞ 2 വഴിയും അടച്ചിരിക്കുന്ന ആ ജീവിതത്തെ കർത്താവിനെ തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എന്റെ ഉള്ളത്തെയും കർത്താവിന്റെ ഒരു വാക്ക് പറയുകയാണ്, ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകണം. പേര് നോട്ട് ചെയ്തോണം കേട്ടോ. അത് യേശുവിന്റെ നാമത്തിൽ, അമ്മാവന്റെ മോളാണ്. അത് യേശുവിന്റെ നാമത്തിൽ
നോട്ട് ചെയ്ത സിസ്റ്റർ, ദൈവം ഒരു അനുഗ്രഹത്തിന്റെ മുഖാന്തരത്തെ തുറക്കാൻ വേണ്ടി പോവാണ്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ആലോചനയെ ഞങ്ങൾ സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത് അനുഗ്രഹമായി കാണട്ടെ. അടയപ്പെട്ട 2 വഴികൾ യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഭാവിക്ക് മേൽ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നതാണ്. അനേകരുടെ മുമ്പിൽ ഇനി കൈനീട്ടാനോ തലകുനിക്കാനോ ഇടവരത്തില്ല. കർത്താവ് സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്, മാനിക്കാൻ വേണ്ടി പോവാണ്. അനേകർക്കൊരു അതിശയമാക്കി ദൈവം മാറ്റും യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ. ആമേൻ ആമേൻ ഇൻ ദ ആമേൻ. നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ യൂട്യൂബിലും ഒക്കെ കാണുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ നിങ്ങൾക്കൂടെ ഗ്രൂപ്പുകളിൽ ലിങ്ക് ഉണ്ട്. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി നിങ്ങളെ മാറ്റും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ബാഗിൻ്റെ അകത്ത് ഈ നാരങ്ങ ഒരു വ്യക്തിയുടെ ബാഗിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ബാഗിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു നാരങ്ങ കിടക്കുന്ന ഒരു ബാഗ് ഞാൻ കാണുവാണ്. അതിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞ് താക്കോൽ കൂട്ടവും ചെറുതായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ആ വ്യക്തിയെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ നിന്നും പിശാചിന് ചില പദ്ധതികൾ വിട്ടു പോകുന്നതായിട്ട് കർത്താവ് എന്നെ ഒരു അടയാളമാണ് കാണിച്ചിരിക്കുന്ന കർത്താവ്. ചില പദ്ധതികൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടു മാറുന്നതായിട്ട് കർത്താവിനോട് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ അടയാളം ഏത് വ്യക്തിയാണോ, ഈ നാരങ്ങ, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ നാരങ്ങ അതിനകത്തിട്ടിരിക്കുന്നത്, എന്നാൽ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ ആ ബാഗ് കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചാട്ടെ. യൂട്യൂബിലോ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുന്നു. ദുഷ്ടന്റെ ആശ നശിച്ചു പോകുന്നു, അവൻ പല്ല് കടിച്ചുരുകിപ്പോകുന്നു എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ആരാണോ അത് ഓടിപ്പോയ ബാഗ് ചെക്ക് ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പറയാൻ വേണ്ടിയാണോ ബ്രദർ, മാറ്റിയത്? അതെ എന്റെ ബാഗിന്റെ അകത്താണ്. അത് വൊമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് യാത്ര പോയപ്പോ ഇന്നലെ ഇട്ടതാ. സിസ്റ്ററുടെ ബാഗിലാണ് നാരങ്ങ കിടക്കുന്നത് പറഞ്ഞേ? അതെ എന്റെ ബാഗില. ഇന്ന് കർത്താവ് തൊടുകട്ടെ. ശരീരത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതുപോലെ തന്നെ ദേഹി ആത്മാവിൽ ശരീരത്തിൽ മൊത്തം ഭയങ്കര ചോർച്ചില്ലായിരുന്നു. ഇന്നത് എല്ലാ സൗഖ്യം ദിവസവും എനിക്ക് പെട്ടെന്ന് വന്നതാണ്. ദേഹം മൊത്തം തടിച്ചു പോകുക, അങ്ങനെയായിരുന്നു. കൈവച്ച വസ്ത്ര യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗശക്തിയോട് കൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചതിനെ ക്യാൻസൽ ചെയ്യുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ അതിനെ സീൽ ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയുടെ ഒരു സ്വപ്നത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. കുടുംബത്തിന്റെ അകത്ത് ഒരു വ്യക്തിയെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഏകദേശം 45 വയസ്സിനടുത്ത് പ്രായമുള്ളതുപോലെയാണ് എനിക്ക് ആ ഷേപ്പ് കാണുന്നത്. ആ വ്യക്തിയെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിൻ്റെ അകത്ത് നിങ്ങളതിനെ കാണുമ്പോൾ ആ വ്യക്തി പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട്, പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും, എന്നാൽ എണീറ്റ് അതിന് ശേഷം മനസ്സിൻ്റെ അകത്ത് എന്തോ ഒരു ഭാരവോ ഭയമോ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. എന്തോ വല്ലതോ സംഭവിക്കാൻ പോകുന്നുള്ള ഭയം അതിൻ്റെ കൂടെ തന്നെ കയറി വരുന്നുണ്ട്. ഇന്ന് ആ സ്വപ്നത്തിലൂടെ നിങ്ങളെ അലട്ടുവാൻ നോക്കുന്ന, മനസ്സിനെ ഇന്ന് ഭാരപ്പെടുത്താൻ നോക്കുന്ന ആ പിശാചിന്റെ തന്ത്രത്തെ ഇപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് കണ്ട ആ വ്യക്തി ആരാണോ, ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ സ്വന്തം ശരീരത്തിന്റെ മേൽ കൈവച്ചിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ നിന്നും ഈ കർത്താവ് എല്ലാ ദൈവഹിതമുള്ള പദ്ധതികളും മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അത് പറയുക. ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ വലിയ സമാധാനത്തെ കൊണ്ടുവരുന്നു. ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട്. ഇത് പറയാനുള്ളവരല്ലാത്തവരെല്ലാം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. എന്തോ ബ്രദറെ, എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 13 വർഷം കഴിഞ്ഞ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഈ പറഞ്ഞ സമയത്തിനിടെ സിസ്റ്റർ കണ്ടായിരുന്നോ?
അതെ അതെ 46 വയസ്സുണ്ട് മരിക്കുമ്പോ. അതാ ഞാൻ ഏകദേശം ആ ഒരു പ്രായക്കാരനെ കണ്ടത്. യേശുവിന്റെ നാമത്തിൽ ആ സ്വപ്നത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പിശാചിന്റെ തന്ത്രമാണത്. ആ വ്യക്തിക്ക് ഒരിക്കലും വരാൻ കഴിയത്തില്ല. അതിലൂടെ തന്ത്രങ്ങളെ മെനയുന്ന നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അലട്ടുന്ന സകല ഭാരത്തെ ഞാൻ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അതുപോലെ തന്നെ കർത്താവ് മറ്റൊരാളുടെ ചിന്തകളെ കർത്താവ് എന്നെ കാണിക്കുന്ന ആ വ്യക്തി കണ്ട ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് ആ വ്യക്തി പഴയ കാലത്തിലേക്ക് പോയിട്ട്, പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വല്യമ്മച്ചി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ഒരു സ്വപ്നം കണ്ട്, ആ സ്വപ്നത്തിൻ്റെ അകത്ത് അന്നുണ്ടായിരുന്ന വീടല്ല കാണുന്നത്. ആ വ്യക്തി അന്ന് കണ്ട, അതായത് അവർ താമസിച്ച പഴയ വീട്ടിലല്ല നിൽക്കുന്നത്. ഈ പഴയ മരിച്ചുപോയ ഈ മാതാവ് വേറൊരു സ്ഥലത്ത് നിൽക്കുന്നതും, അത് ഒരു വീട് പോലെ സ്ഥലമാണ്. അവിടെ നിങ്ങൾ നിൽക്കുന്നതുമായിട്ട് ഇതേപോലെ തന്നെ ഈ മാതാവിൻ്റെ പേര് പറഞ്ഞ് വന്നതാണ്. ഈ മരിച്ചുപോയ വല്യമ്മച്ചിയുടെ പേര് പറഞ്ഞ് വന്നതാണ്. പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിച്ചു. എന്നാൽ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് വീട്ടിലല്ല, വേറൊരു വീടാണ് കാണുന്നത്, വേറൊരു സ്ഥലമാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ വലിയ ഭാരവും ടെൻഷനും ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് മാറാൻ ഇടയായി തീർന്നു. ഇന്ന് ആ വ്യക്തിയോടും കർത്താവ് ഇങ്ങനെ പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു. മരിച്ചുപോയ ആളുകളുടെ പേര് പറഞ്ഞ് സ്വപ്നത്തിലൂടെ ഇന്ന് കയറ്റുവാൻ നോക്കുന്ന എല്ലാവിധമാകുന്ന ചിന്തകളെ ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് ബ്രേക്ക് ചെയ്യുന്നു. ആരാണോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം കേട്ടതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ആ മനസ്സിൻ്റെ അകത്ത് ചിന്തയ്ക്കകത്ത് കയറിക്കൂടിയ സ്ഥലത്ത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തെ സ്വീകരിച്ചാട്ടെ. കർത്താവ് അത് സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം വലിയൊരു പ്രവൃത്തിയാൽ നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് ദൈവം തീർക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. കർത്താവ് അത് സാക്ഷിയാക്കട്ടെ. കർത്താവെ നന്ദി യേശുവേ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ. ഞങ്ങളുടെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. പറയാനല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ക്ലിയർ ആകുന്നില്ല എനിക്ക്. അനാവശ്യമായിട്ട് നിങ്ങൾ മ്യൂട്ട് മാറ്റാതെ, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. അല്ലാത്തവരൊക്കെ ലിഫ്റ്റ് ചെയ്ത്, നിങ്ങൾക്ക് യൂട്യൂബിൽ പിന്നെയും പ്രാർത്ഥനയുണ്ട്. ഈ സമയത്ത് ഒരു കർത്താവിൻ്റെ ആലോചന ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം തുറക്കും. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചനയോട് പ്രതികരിക്കുവാൻ വേണ്ടി നിങ്ങളോട് വ്യക്തിപരമായിട്ട് അത് ഇടപെടുന്നതോട് മാത്രം നിങ്ങൾ നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു. ഞാൻ അതുകൊണ്ടാണ് ഈ അൺമ്യൂട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അൺമ്യൂട്ട് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചന ഇടപെടുന്നവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരും. അനാവശ്യമായിട്ട് ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് മ്യൂട്ട് ചെയ്തിടുന്നപ്പോഴും. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് വെളിപ്പെടുന്ന നന്ദി പറയുന്നപ്പ. എന്നോട് കർത്താവിൻ്റെ ഉള്ളത്തിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നത്? നമ്മളൊരു ആലോചന പറഞ്ഞ എനിക്ക് ഇപ്പം ഒരിടത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ശമ്പളത്തിലെടുത്ത് ജോലിക്കായിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് നമുക്ക് ആ ജോലിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് മനസ്സിൽ ബ്രദറിനെ അത് പ്രാർത്ഥിച്ചവരുടെ വീട്ടിൽ ചെന്ന് അത് അറിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോഴത്തേക്ക് മനസ്സിൽ മറ്റുള്ള ചിന്തകളാണ് കയറി വരുന്നത് ബ്രദറെ. അപ്പൊ എനിക്ക് മറ്റേ പുതിയ ജോലിയിലേക്ക് കടന്നു പോകാനായിട്ട് മനസ്സിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടും പോലെ തോന്നുന്നുണ്ട് ബ്രദറെ. ബ്രദർ ഇങ്ങനെ പറഞ്ഞാൽ മതി, സകലതും എന്റെ ദൈവം എനിക്ക് നന്മയാക്കി. ബ്രദർ ഇങ്ങനെ പറയണം, എന്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റും, സകലതും നന്മയാക്കി. ഇത് തന്നെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ദൈവം സകലതും, എനിക്ക് ദോഷമായിട്ട് ഇനി ചെയ്താൽ പോലും എൻ്റെ കർത്താവ് എനിക്കത് നന്മയാക്കി മാറ്റും, ദൈവം എനിക്ക് നന്മയാക്കി മാറ്റും. ആ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ആ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുക, സകലതും നന്മയാക്കി ദൈവം മാറ്റും.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മുഴുവൻ കാര്യങ്ങളും അനുകൂലമായിട്ട് വരും. നമ്മുടെ മനസ്സു ചിന്തയൊക്കെയും സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി ഹലോ സ്പിരിറ്റ്. പറഞ്ഞു സിസ്റ്ററെ, ഹലോ പറഞ്ഞു. ബ്രദറെ, ഞങ്ങളുടെ വസ്തു ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. കേസും വസ്തു വിൽപ്പന നടന്നതാണ്. പക്ഷേ നമ്മുടെ ഇടയ്ക്ക് നിന്ന് ബ്രോക്കർ അത് ഞങ്ങൾക്ക് പൈസ തന്നില്ല. അപ്പം ആ വസ്തു മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ കേസിന് കൊടുത്തിരിക്കുകയാണ്. ബ്രോക്കറാണ് പൈസ എടുത്തത്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. മറ്റുള്ള വെച്ചുമാറ്റമായിരുന്നു. ഒരു വീടും ഞങ്ങളുടെ ഒരു 10 സെന്റ് സ്ഥലവും സിസ്റ്ററെ, പ്രാർത്ഥനാ വിഷയമാണത്. അതെ അതെ അതിപ്പോ ഞങ്ങൾക്ക് നമ്മളിപ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ബ്രദറെ. പ്രാർത്ഥന വിഷയം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി മാറ്റും. നന്ദി കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പം പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നിങ്ങൾ ഈ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ഈ സമയം പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പം ഈ സമയം ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ ആലോചനകളുടെയും സാക്ഷ്യങ്ങളുടെയും സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ മൈക്കുകളെയും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ വിഷയം ഇതിൻ്റെ അകത്ത് വരും. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. യേശുവേ നന്ദി കർത്താവ്. നന്ദി കർത്താവെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. രാജി എന്ന് പറയുന്ന പെൺകുട്ടിയുള്ള ഈ രാജി എന്ന് പറയുന്ന ആൾക്ക്, രാജി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് രാജി എന്ന് പറയുന്ന ഒരാൾ ഒരു വീട് തുറന്ന് അകത്തോട്ട് വന്ന് സംസാരിക്കുന്ന കാര്യവും വലിയൊരു ദുഃഖത്തെ കർത്താവ് സന്തോഷമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നുവെന്ന് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു. രാജിയും രാജിയുടെ മോളുമായി ബന്ധപ്പെട്ട് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്താട്ട് ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവോട് തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ ബ്ലെസ്സിങ്ങുകളെ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തി ആ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. അവരുടെ ദുഃഖം സന്തോഷമായി തീരട്ടെ. അവരുടെ വേദനകൾ അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ നിങ്ങളുടെ രോഗശക്തികൾ, നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. ഇപ്പോൾ തന്നെ ആ വേദനകൾ, മുഴകൾ, ആ ആകുലതകൾ, രോഗശക്തികൾ, ബ്ലഡിലെ കൗണ്ടുകൾ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഇപ്പോൾ അത്ഭുത സാക്ഷ്യത്തിന്റെ സമയമാണ്. അത്ഭുത വിടുതലിന്റെ സമയമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരത്തിൽ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നു. സൗഖ്യമാക്കുന്ന കർത്താവെ, രോഗത്തെ യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നപ്പോൾ ശരീരത്തിൻ്റെ മേൽ സൗഖ്യം നടക്കുന്നുള്ളൂ. ഇപ്പോൾ ആ വേദനകൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഇപ്പോൾ മുതൽ അത് ചെയ്യുവാൻ കഴിയും. ആ വേദന ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിയിരിക്കുന്നു. അസ്ഥികളുടെ മേൽ സൗഖ്യം നടന്നിരിക്കുന്നു. ഞരമ്പുകളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണാടിയെ കുക്കുന്ന ഒരു കണ്ണ് അടിയത്തുമാരോട് പറ, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കാൻ വേണ്ടി പോവാണ്, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണാൻ വേണ്ടി പോവാണ്. യേശുവിനെ അത് ബൈബിൾ പറഞ്ഞ പോലെ ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, ഊമൻ സംസാരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തി ഓരോ വ്യക്തികളുടെ മേൽ അത് വർദ്ധിക്കുന്നതിന് നന്ദി പറയുന്നപ്പ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കുന്നല്ലോ. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന വേദനകളെ ഞങ്ങൾ പറിച്ചു മാറ്റുന്നപ്പ, ആ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നപ്പ ഈ ദിവസങ്ങളിൽ കർത്താവെ, അവരായിരിക്കുന്ന അവരുടെ ഭാരമായിരിക്കുന്ന അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ സകല പിശാചിന്റെ പ്രവൃത്തികളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ, സകല പിശാചിന്റെ പ്രവൃത്തികളെയും ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. എല്ലാവിധമായ ദുഷ്ടശക്തികളും മാറിപ്പോട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. അവരുടെ സകല വിഷയത്തിന്റെ മേൽ അത്ഭുതം ഉണ്ടാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി മിറക്കിൾ മണി ഉണ്ടായി വരട്ടെ. പുതു വഴികൾ തുറന്നു വരട്ടെ. ദൈവരാജ്യത്തിന്റെ സമ്പന്നതയും ആരോഗ്യവും സമൃദ്ധിയും അവരുടെ മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കിന്ന് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. UK ടൈം 8:30 ഇന്ത്യൻ സമയം 2:30 രാത്രി 2 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് ഉറക്കമുള്ള ചാരി ഇരിക്കേണ്ട, നിങ്ങൾക്ക് നിർബന്ധമില്ല. ഉറക്കമില്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കുചേരാം. UK മറ്റ് US ഒക്കെ ഉള്ളവർക്ക്, മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്ക് സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കയറാം. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. നന്മ നിറയട്ടെ. ഞങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവിനാൽ ദൈവം നിറയ്ക്കുന്നത് നന്ദി പറയുന്നു. അപ്പം ഉയർച്ച തന്നെ ഉണ്ടാകത്തുള്ളൂ, താഴ്ച വരത്തില്ല. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് നടത്തുമാറാകട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പ്രാർത്ഥനാ വിഷയമല്ല എടുത്ത് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതമാക്കി കഴിഞ്ഞിരിക്കുന്നു, നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എടുത്തു പറഞ്ഞ അവിശ്വാസത്തിലേക്ക് പോകാതെ ബലപ്പെടുക. ഈ സമയം സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് പറഞ്ഞു പറഞ്ഞു. ഇന്നലെ ശ്രീജ പിന്നെ അതുപോലെ അവരുടെ സഹോദരിയും ദൈവം അനുഗ്രഹിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു എന്നൊക്കെ പറയാനിടയായി. അത് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിയുമാണ്. രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ എന്നോട് പറയുണ്ടായിരുന്നു, പ്രാർത്ഥന വിഷയം അയക്കണം, ഒന്ന് ഈ നമ്പറൊക്കെ തരണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൈവം അമ്മയുടെ ആ ഒരു പ്രാർത്ഥന ഞാൻ കേട്ടെന്ന് വിശ്വസിക്കുന്നു. അവരോടാണ് ദൈവത്തിന്റെ ആലോചന എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തില് ഒരു സാക്ഷിയുണ്ട്. 2 മാസത്തിന് മുന്നേ ബ്രദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീടിന്റെ കാര്യം. അതായത് ഞങ്ങൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വാടക വീടിന്റെ മുന്നിൽ 2 വാഹനം നിർത്തിയിട്ടൊരു ഭവനം, അവിടുന്ന് ഒരു സഹോദരി എന്നെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ, ഞങ്ങള് 3-4 ഭവനങ്ങളാണ് ഇങ്ങനെ മാറി മാറി വാടകയ്ക്ക് താമസിച്ച്. അപ്പം ഇനി ഇവിടുന്ന് മാറാൻ നിങ്ങൾക്ക് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ വല്ലാതെ ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം ഇനിയും വാടക വീട്ടിലോട്ട് ഇനിയും മാറണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ബ്രദർ ആലോചന പറഞ്ഞത്. അപ്പൊ ഞാനത് ഏറ്റെടുത്ത് വിശ്വസിച്ചു. അപ്പൊ അതിനുശേഷം ഞങ്ങളിങ്ങനെ ഒരു സ്വന്തമായിട്ട് തന്നെ വീടുകൾ ഇങ്ങനെ നോക്കാൻ ഞങ്ങളിങ്ങനെ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ കണ്ടു. ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ മാസം ഞങ്ങള് 11-ാം തീയതി അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ മാസം ലാസ്റ്റോട്ടായിട്ട് ഞങ്ങൾ വീട്ടിൽ കൂടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും നടക്കേണ്ട ഒരു കാര്യമല്ല. മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വീടെടുക്കാനുള്ള ഒന്നും ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ല. പക്ഷെ വിശ്വാസത്താൽ ഈ ദൈവിക ആലോചന കേട്ട പ്രകാരം കടന്നു പോവുകയായിരുന്നു. പിന്നെ അതുപോലെ പല തടസ്സങ്ങളും മുന്നിൽ വന്നപ്പോഴും ദൈവം വചനത്താൽ എന്നെ ശക്തീകരിച്ചു. അതുപോലെ ബ്രദറുടെ ആ ദൈവിക ആലോചന ബ്രദറിലൂടെ ഇടപെട്ടത് ഞാൻ വിശ്വസിച്ചു. കാരണം ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവം ചെയ്യാൻ മതിയായവനാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ ദൈവം മാറ്റി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഭവനം തന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഈ കൂട്ടായ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ ഒത്തിരി പേര്, ഞാൻ ആരെ പരിചയപ്പെട്ടാലും ആദ്യം ഈ ഒരു ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇതിൽ കൊടുക്കുന്നവരൊക്കെ ഇതിൽ കയറുന്നുണ്ട്. എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. എല്ലാവരും പലരും എന്റെ സഭയിൽ തന്നെ പലരും കയറാറുണ്ട്. അപ്പൊ അവര് പറയുകയുണ്ടായി, ഈ കൂട്ടായ്മയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ സാധിക്കും എന്നുള്ള ഒരു തോന്നല് ഉണ്ടെന്നൊക്കെ എന്നോട് പലരും പറയാനിടയായി. അപ്പൊ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണത്. പിന്നെ അതുപോലെ എന്റെ 5 വയസ്സുള്ള ഒരു മോള്, അവൾ അതുപോലെ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ വേഗം യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ്, അത് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, അവള് തന്നെ പറയും. അതുപോലെ തന്നെ സൗഖ്യമാവും ചെയ്യും. അപ്പൊ അത് എന്നിട്ട് അവള് സ്കൂളിൽ പോയിട്ട് അവരോടും പറയും അതുപോലെ തന്നെ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിൽ ഇനിയും എന്താ പറയണ്ടേ, ആത്മീയമായൊക്കെ വളരുവാൻ ഈ ഒരു കൂട്ടായ്മ ഒത്തിരി അനുഗ്രഹമാണ്. ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ 2 കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞത്. ഒന്ന്, സഹോദരി കർത്താവ് ദൈവാത്മാ ഇടപെട്ടതുപോലെ തന്നെ ഒരു വാഹന നന്മ കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞു. 2, ഒരു ഭവനം കർത്താവ് തരുമെന്ന് പറഞ്ഞു. 2 പ്രവചനങ്ങളും അവർ കേട്ടു, അവരത് വിശ്വസിച്ചു. സിസ്റ്റർ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും കണ്ണൂർ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വണ്ടിയുടെയും ഭവനത്തിൻ്റെ ഒക്കെ ചെലവ് കർത്താവിൻ്റെ കൃപയാൽ സിസ്റ്റർ തരുമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹയുടെ കാര്യം സിസ്റ്റർ ഞാൻ എടുത്തു പറയാൻ കാരണം, ഒത്തിരി ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിയാണ്. അതുകൊണ്ട് ആ ആലോചന കേട്ടിട്ട് പലരും കേട്ടിട്ട് ആ വഴിക്ക് പോകും. പക്ഷെ അത് നോട്ട് ചെയ്തു, ആലോചനയിൽ വിശ്വസിച്ചു, അതിൻ്റെ 2ൻ്റെയും നിവൃത്തി കണ്ടത് മാത്രമല്ല, ഇന്ന് ആ മോള്, അത് വലിയൊരു സന്തോഷമാണ് കാര്യം. ആ മോള് കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവ് യേശുവിൻ്റെ മുറിവിനാൽ രോഗത്തോട് കൽപ്പിക്കുവാനും സൗഖ്യങ്ങൾ ലഭിക്കുവാനും സ്കൂളുകളിൽ പോയി കർത്താവിൻ്റെ നാമത്തിൽ അനേക രോഗികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കി. അപ്പം ദൈവം ആലോചനകളിൽ വിശ്വസ്തനാണ്.
പറഞ്ഞ പോലെ തന്നെ ഒരു ഭവനം കർത്താവ് തരുമെന്ന് പറഞ്ഞൊരു ആലോചന ഉണ്ടെങ്കിൽ സിസ്റ്റർ പറഞ്ഞ തടസ്സങ്ങൾ ഒത്തിരി വന്നു. പക്ഷെ കർത്താവ് ഒരു ഭവനം തന്നു, ഒരു വാഹനം നന്മ തന്നു. ഇതെല്ലാം കൊടുത്ത് ദൈവം മാനിച്ചു. നമുക്ക് പലപ്പോഴും ഓർത്ത് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെയൊക്കെ അറിയുന്ന ദൈവമാണ്. സ്വർഗത്തിലെ പിതാവാണ് ദൈവം നമുക്ക്. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. തീർച്ചയായിട്ടും കണ്ണൂര് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ കാണാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കട്ടെ. ഈ നിമിഷം മുതൽ പ്രാർത്ഥിക്കുക. വലിയ സാക്ഷ്യങ്ങളാൽ കർത്താവ് നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. രണ്ട് പറഞ്ഞോ. സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. രണ്ട് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടിയല്ല, എന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. ബ്രദറ് പാലാരോട്ടത്ത് വന്നപ്പം ഫ്രണ്ട് ബ്രദറിനെ കാണാൻ വന്നപ്പോ ഏപ്രിൽ 15 നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അമ്മയും മകളും കൂടി, മൂത്ത മോളും കൂടി വന്നത്. ഇളയ മോക്കടെ കാര്യത്തിനാ വന്നത്. പക്ഷെ ബ്രദർ ആലോചന കൊടുത്തത് മൂത്തവൾക്കാണ്, വന്ന കുട്ടിക്കാണ് കൊടുത്തത്. ആ കുട്ടി പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോയി. വിവാഹം കഴിഞ്ഞിട്ട് പോണ്ടാന്ന് നിശ്ചയിച്ചാണ് വിവാഹം കഴിഞ്ഞപ്പോ ഇരുന്നത്. സാമ്പത്തികത്തിരി ബുദ്ധിമുട്ട് വന്ന കാരണം അവർ 2 പിള്ളേരാണ്, പെൺമക്കളാണ്. കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന കാരണം തിരിച്ച് ഏപ്രിൽ 15 ആ കുട്ടി മടങ്ങിപ്പോയി. അതൊരു അത്ഭുതമാണ്. രണ്ടാമത്തത് ഇളയ കുട്ടിക്കാണ്. 37 വയസ്സായി. ജനിച്ച ആ സമയം മുതല് ശ്വാസം മുട്ടുള്ള കൊച്ചാണ്. ശ്വാസം മുട്ട് വന്നിട്ട് ചില സമയത്തൊക്കെ ഫ്രണ്ട് ഓർക്കുമായിരുന്നു കൊച്ചു മരിച്ചോ. അത്രയ്ക്കും നീട്ടി വലിക്കുമായിരുന്നു. അനക്കില്ലാണ്ടൊക്കെ കിടക്കുമ്പോ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ബ്രദറിന്റെ ഈ മീറ്റിങ്ങിൽ കയറാൻ തുടങ്ങിയ പിന്നെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ ശ്വാസം മുട്ടില്ല. 37 വയസ്സായി അവൾക്ക്. ഈ 2-3 ആഴ്ചയായിട്ട് അവൾക്ക് ശ്വാസം മുട്ടി ഇതുവരെ വന്നിട്ടേ ഇല്ല. കർത്താവിന് വലിയ മഹത്വം കൊടുക്കണു. അമ്മ പറയാൻ പറഞ്ഞവർക്ക് മ്യൂട്ട് മാറ്റി പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ല, ഏപ്രിൽ 15, പക്ഷെ 14 കുട്ടി മടങ്ങിപ്പോയി. ഓക്കെ, ഏപ്രിൽ കുട്ടി 37 വർഷം 37 വർഷം ശ്വാസം മുട്ടി. Amen. 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 ഒരു കാര്യം കൂടെ ഉണ്ട് ബ്രദറെ. ആ അമ്മ അയൽക്കൂട്ടത്തിന് ഒരു ചേച്ചിയുടെ കൈ പിന്നെ നല്ല വേദനയായിരുന്നു. വർഷങ്ങളോളം വേദന ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കണമെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഒഴുകിക്കൊടുത്ത് ഇങ്ങനെ തടയി കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു. ആ ചേച്ചിക്കും സൗഖ്യം കിട്ടി. അതും സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിന് അത്ഭുതം, മഹത്വത്തിനായി നന്ദി പറയുന്നു. ബ്രദറെ, ഇന്നലെ ഇന്നുമായിട്ട് എന്റെ ആലോചന കർത്താവിൽ ബ്രദർ പറഞ്ഞത് ഞാൻ രണ്ടും പറഞ്ഞോട്ടെ. എന്റെ പേര് അശ്വതി എന്നാണ്. ഇന്നലെ പറഞ്ഞായിരുന്ന വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു പഞ്ചായത്ത് കിണർ കവർ ചെയ്ത് മേളിലോട്ട് കയറുന്ന വലത് സൈഡിലൂടെ കയറി പോരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഞാനാ ബ്രദറെ. ഞാൻ എന്നും അതിലെയാണ് കടന്നു പോരുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കിന് വളരെ ഭാരത്തോടെ പ്രയാസത്തോടെയാണ് കടന്നു പോരുന്നത്. ഞാൻ അത് ഏറ്റെടുക്കുന്നു. കുടിവെള്ള പദ്ധതിയുടെ പഞ്ചായത്തിന്റെ കിണറാണത്. അതിന്റെ വലത് സൈഡിൽ കൂടിയാണ് ഞാൻ വീട്ടിലോട്ട് കയറി പോരുന്നത്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. പിന്നെ ഇപ്പൊ ഒരു രാജി എന്ന് പറഞ്ഞു, രാജി എന്റെ മോളാണ്.
അത് വളരെ ഭാരത്തോടെ പ്രയാസത്തോടെയൊക്കെയാണ് ഇരിക്കുന്നത്. ഈ രണ്ട് ദൈവം അത് വിഷയവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. സിസ്റ്ററെ കർത്താവ് കണ്ടതാണ്. സിസ്റ്റർ ഈ പോകുന്ന വഴിയോ പഞ്ചായത്ത് കിണർ കഴിഞ്ഞു പോകുന്നുള്ള വലത്തോട്ടുള്ള വഴിയോ വീടോ വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഞാൻ ഇത് എന്നും കർത്താവ് സിസ്റ്ററെ കണ്ടു എന്നതിന്റെ വലിയൊരു അടയാളമാണ്. ഇന്ന് ദൈവാത്മാവ് മോളുടെ കാര്യവും കർത്താവ് ഇടപെട്ടു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. കർത്താവ് വലിയ എന്തോ കർത്താവ് കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും. ഇപ്പൊ അടുത്തടുത്ത് ഒത്തിരി പ്രാവശ്യം എന്നോട് ദൈവം ഇടപെടുന്നുണ്ട് ബ്രദറെ. ഞാൻ ഈ ചേർപ്പങ്കിലാണ് പാലായില്. സിസ്റ്റർ വലിയ പ്രവൃത്തിയാ കർത്താവ് നിറയ്ക്കും. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം ബ്രദറെ, സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്നലെ കർത്താവ് നാമത്തിൽ വെളിപ്പെടുത്തിയായിരുന്നു. ക്രിസ്തുവിന്റെ പേരില് ആധിപത്യം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് ഞങ്ങളാണ്. വർഷങ്ങളായിട്ട് ഒരു വസ്തുവിന്റെ മേലിൽ വളരെ പ്രതിസന്ധിയും കേസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വിഷമിക്കുകയാണ്. ഞങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോ. കർത്താവ് ഇന്ന് ഞാൻ അതിന്റെ അത്ഭുതം കാണുമെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥനാ വിഷയം ഈ കാണുന്ന 3 നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തോണേ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കും. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു രാജിയുടെ മകളും കൂടി വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. എന്റെ തൊട്ട് നെയ്ബറാണ് രാജിക്ക് ഒരു മകളുണ്ട്. അവള് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഇവളിപ്പോ എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുകയാണ്. തൊട്ട് നെയ്ബറാണ് അവര്. അവരോട് പറയണം, ഇത് കേൾപ്പിക്കണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ചേർന്ന് നിന്നാൽ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു ഉയർച്ച കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു പറയുന്നു. അത് സ്വീകരിക്കാൻ പറയണം. സാക്ഷിയാക്കി കർത്താവ് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു. ഞാനിപ്പോ എന്റെ മക്കളുടെ അടുത്തുനിന്നാണ് വിളിക്കുന്നത്, കാനഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ജാനുവരിയിലാണ് ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ കൂടാൻ തുടങ്ങിയത്. ഇത് കൂടാൻ തുടങ്ങി എന്റെ മനസ്സിലെ കുറെ ഭയങ്ങളെല്ലാം മാറ്റാൻ പറ്റി. പിന്നെ എനിക്ക് സ്പോഡിലോസിസിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. സ്ഥിരം എനിക്ക് അധികം നേരം യാത്ര ചെയ്യാൻ പറ്റൂല. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് 26 മണിക്കൂർ ട്രാവൽ ചെയ്ത് എനിക്ക് മക്കളുടെ അടുത്ത് ഇവിടെ എത്താൻ പറ്റി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഇത്ര നേരം ഫ്ലൈറ്റിലിരുന്ന് ഇവിടെ യാത്ര ചെയ്ത് വരുന്നതിന്. പിന്നെ പല കാര്യങ്ങൾക്കും എനിക്ക് കുറെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒപ്പം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് എന്റെ ജന്മദിനം കൂടിയാണ്. അപ്പൊ ബ്രദർ പ്രാർത്ഥിക്കണം. പിന്നെ എന്റെ ചെറിയ മകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. പിന്നെ കുറെ കാര്യങ്ങളിൽ യേശു എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും എനിക്ക് കൂട്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് വന്നപ്പോ കാനഡയിൽ വെറുതെ നടക്കാൻ പോയിട്ട് എനിക്ക് വഴി തെറ്റി. എന്നിട്ട് 2 മണിക്കൂർ ഞാൻ തെരഞ്ഞു നടന്നു. പക്ഷെ അവസാനം ഞാൻ തിരിച്ച് മകളുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ എല്ലാ കാര്യത്തിനും എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. എന്റെ വീട്ടിലൊരു വൈദികനെ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ എനിക്കൊന്നും ഇതില്ല. എന്നാലും ഞാൻ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥനയിൽ കൂടുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും എന്ന പ്രിയ ആന്റി പറഞ്ഞ പോലെ തന്നെ ഇത്രയും വർഷപാടുണ്ടായിരുന്ന രോഗമായിരുന്നു. എന്നാലൊരു കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഇനിയും ദൈവം അത്ഭുതങ്ങളാൽ നടക്കട്ടെ. ദൈവം കൂടെയുണ്ട്. രാജ്യത്ത് അനേകരോട് യേശുക്രിസ്തുവിനെ കൊടുക്കുവാൻ സ്വർഗം ഇടയാക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ പേര് സിനി എന്നാണ്. എന്റെ ഫാദർ ഇന്ന് രാവിലെ ഇവിടെ മിറ്റത്തിൽ നടന്നു വന്ന് മുറ്റത്ത് സ്റ്റെപ്പിലോട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി വന്നപ്പോ ചെരുപ്പ് സ്ലിപ്പായിട്ട് നെറ്റി പോയി. അതെ, സിറ്റ് ഔട്ടിൽ ഇടിച്ചു. കണ്ണിന്റെ പോളയിലും കണ്ണിലും എല്ലാം മുറിവായി. നമ്മള് പുഷ്പഗിരി കൊണ്ടുപോയി, രാവിലെ കൊണ്ടുപോയി. ഇപ്പോഴും അവര് മെഡിക്കൽ ഐസിയിലോട്ട് മാറ്റണം. കാരണം അച്ഛയുടെ സോഡിയം ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഒരു നന്മ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അടിക്കടി ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
2018 അച്ഛക്ക് സ്ട്രോക്ക് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം ആണെങ്കിൽ ഓടി നടന്ന ആ വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു ആപത്ത് പോലെ സ്ട്രോക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് ഓരോ ആപത്തുകൾ വീട്ടിലിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. എല്ലാരും പറയുക വീട് വെച്ചതിലുള്ള ബുദ്ധിമുട്ടാണ്, വീട്ടിലുള്ള ബുദ്ധിമുട്ടാണ്, അതാണ് നിങ്ങൾക്ക് ഈ രോഗങ്ങൾ മാറാത്തതെന്നൊക്കെ. പക്ഷെ ഇപ്പൊ അച്ഛയുടെ ഈ സോഡിയം ലെവൽ കുറയുന്നതെല്ലാം മാറി. നാളെ രാവിലെ ആകുമ്പോൾ സോഡിയം ലെവൽ നോർമലായി എന്ന് എനിക്ക് കേൾക്കണം. അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. കർത്താവ് അത് അത്ഭുതമാക്കി തീർത്തിരിക്കുന്നു. സിസ്റ്ററെ, ഇന്ന് തന്നെ പറഞ്ഞോണം, ഞാൻ താമസിക്കുന്ന ഭവനത്തിൽ, ഈ കുടുംബത്തിൽ തന്നെ ഞാൻ അത്ഭുതകരമായി തന്നെ കാണും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും, സന്തോഷത്തോടെ ഞങ്ങൾ ഈ കുടുംബത്തിൽ വാഴുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കുടുംബം, ഏത് കുടുംബമാണെങ്കിലും, നമ്മളുടെ വീടാണെങ്കിലും, നമ്മളിരിക്കുന്ന സ്ഥലമാണ് അനുഗ്രഹം, നമ്മളിരിക്കുന്ന സ്ഥലമാണ് അത്ഭുതം. അങ്ങനെ തന്നെ പറഞ്ഞോണം. ദൈവം ആ ഹോസ്പിറ്റലിൽ അത്ഭുതം ചെയ്തിരിക്കും കേട്ടോ. ആ പിതാവ്, ഞങ്ങൾ ജീവനോടിരുന്ന പിതാവിന്റെ നന്മ കാണുന്നതിന്റെ പറയണം. കർത്താവ് അത് സാക്ഷിയാക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള സാക്ഷികൾ നമുക്ക് മുന്നോട്ടേക്ക് ഒത്തിരി സമയം മുന്നോട്ട് പോയി. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം സമൃദ്ധി നടത്തുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കാര്യങ്ങളായി കർത്താവാക്കട്ടെ. എനിക്ക് വന്ന UK ടൈം 1 മണിക്കാണ് ആ സഹോദരി അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ സമയം 1 മണിക്കാണ് നിവാഷ UK ടൈമിൽ നടക്കുന്നത്. ഉറക്കം വരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം അളച്ചു വരണ്ട. താല്പര്യമുള്ളവർക്ക് പങ്കുചേരാം. ഈ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അന്യഭാഷയിലാണ് പ്രാർത്ഥന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറയാം. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് ആലോചനയിൽ വിശ്വസ്തൻ, വാക്ക് മാറാത്ത ദൈവം, ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവ്, അത്ഭുത സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കും.